സമയത്തിനാണ് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ തോമസ് ഓർപ്പിച്ചതുപോലെ ഈ ചർച്ചിൻ്റെ IPC ഫെയ്ത്ത് സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ബൈബിൾ ക്ലാസ്സിൽ വന്ന് പങ്കെടുക്കുവാൻ എനിക്കും കഴിഞ്ഞതോളത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ മുതൽ 4 ദിവസത്തേക്ക് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു പ്രത്യേകമായ വിഷയം പഠിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ സബ്ജക്റ്റ് ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് എൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നതായ ഒരു സബ്ജക്റ്റാണ്, ഒരു വിഷയമാണ്. ഞാനിപ്പോൾ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും എനിക്ക് വീണ്ടും ആ കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് ചിന്തിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. ഇവിടുത്തെ ശുശ്രൂഷ പോലെ അല്ല ആഫ്രിക്കയിലുള്ള മിനിസ്ട്രി എന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് വേദപുസ്തകത്തിൻ്റെ നല്ലൊരു ബേസ് ഉള്ളത് കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയും. പക്ഷേ അവിടെ നമ്മൾ നഴ്സറി ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കേണ്ട ആളുകളാണ് അവിടെ ഉള്ളത്. എന്നാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ വചനം അഭ്യസിപ്പിക്കുവാൻ അതിന് നമ്മൾ വളരെ ചെറുതാകേണ്ടിയിരിക്കുന്നു, അല്ലാതെ പറ്റത്തില്ല. പക്ഷേ കർത്താവ് അതിന് നിരന്തരമായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവം നമുക്ക് നൽകുന്ന കൃപയ്ക്കനുസരിച്ച് നമ്മളെ ദൈവം ആക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിനെ ശുശ്രൂഷിക്കുക, കർത്താവിനെ സേവിക്കുക. അത് അവൻ പറയുന്ന രീതിയിൽ, അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലോ ഒന്നും ആയിരിക്കത്തില്ല. കർത്താവ് നമ്മളെ നയിക്കുന്നത് വളരെ വ്യത്യസ്തമായ കാര്യങ്ങളിലായിരിക്കും എന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെയുള്ള സ്ഥലങ്ങളിലും അങ്ങനെയുള്ള ഇടങ്ങളിലും ദൈവം നമ്മളോട് എന്ത് പറയുന്നോ, അതാണ് വാസ്തവത്തിൽ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത്. എന്താണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്? അതിപ്പോൾ ഈ സുവിശേഷ വേല ചെയ്യുന്നവർക്ക് മാത്രമുള്ള കാര്യമൊന്നുമല്ല. പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കുമ്പോഴെല്ലാം ഉള്ള ഒരു വലിയൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇതൊക്കെ ഈ പറയുന്നതൊക്കെ ദൈവം പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ദൈവം പറയുന്നിടത്ത് പോകണം, ദൈവം പറയുന്നത് ചെയ്യണം എന്നൊക്കെ പറയുന്നതെല്ലാം സുവിശേഷ വേല ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കും. അങ്ങനെയല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള കാര്യമായി പറയുന്നത്. അതായത് ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ അപ്പൻ പറയുന്ന കേൾക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ അതിപ്പം മോൻ എന്ത് ജോലി ചെയ്യുന്നതിനനുസരിച്ചല്ല അപ്പനെ അനുസരിക്കുന്നതാണോ? മോൻ എന്ത് ജോലി ചെയ്താലും അപ്പനെ അനുസരിക്കണം എന്ന് പറഞ്ഞതുപോലെ ഒരാൾ പൂർണ്ണസമയം സുവിശേഷ വേല ചെയ്യുകയാണെങ്കിലും മിഷനറി പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും, ഇനി അതല്ല ഒരാൾ നേഴ്സാണെങ്കിലും, ഒരാൾ ടീച്ചറാണെങ്കിലും, ഒരു ഡോക്ടറാണെങ്കിലും, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കാണെങ്കിലും, ആരാണെങ്കിലും അപ്പൻ ദൈവമാണോ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? അപ്പൻ പറയുന്നത് അനുസരിക്കണം. അപ്പോൾ അപ്പൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ അത്രേ ഉള്ളൂ. അതിനകത്ത് ജോലി ചെയ്യുന്ന പല ആളുകൾ പല ജോലി ചെയ്യുന്നത് പോലെ ഒരു പക്ഷേ കർത്താവ് പൂർണ്ണമായി എന്നെ ഒരു പക്ഷേ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൽ കർത്താവ് വിളിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആകുമ്പോൾ എന്നോട് പറയുന്ന കാര്യം അതാണെങ്കിൽ അത് അനുസരിക്കണം. ഇനി അതല്ല വേറൊരു കാര്യമാണെങ്കിൽ വേറൊരു കാര്യം പറയുന്നത് അനുസരിക്കണം. പക്ഷേ അനുസരിക്കാനായിട്ടുള്ള നമ്മുടെ ഒരു മനസ്സ് വളരെ അത്യാവശ്യമാണ്. അനുസരിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെ അറിയണം, അല്ലെങ്കിൽ അനുസരിക്കാൻ പറ്റില്ല. മാറി നിന്ന് അനുസരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പനെ അനുസരിക്കണമെങ്കിൽ അപ്പനുമായിട്ട് നല്ല റിലേഷൻ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അപ്പനെ അനുസരിക്കുന്നത്, അപ്പനെ അനുസരിക്കാൻ അപ്പൻ പറയുന്നത് എന്തോന്ന് കേട്ടിട്ട് ഉണ്ടായോ അനുസരിക്കാൻ? പറയുന്നത് കേട്ടില്ലെങ്കിൽ അനുസരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ റിലേഷനാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സബ്ജക്റ്റ് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അത് ഞാൻ ഗലാത്യ ലേഖനത്തിൽ നിന്ന് അതിൻ്റെ 4-ാമത്തെ അധ്യായം, ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായം, അതിൻ്റെ 9-ാമത്തെ വാക്യം, അതിൻ്റെ ആദ്യത്തെ ഭാഗം, 9-ാമത്തെ വാക്യത്തിൻ്റെ, ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ, ആ ഒരു ഭാഗം മാത്രം. ബാക്കിയുള്ള കാര്യങ്ങൾ അതിനോട് ചേർന്നുള്ളതാണ്. നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? അപ്പോൾ അവിടെ പോള് ഗലാത്യയിലെ വിശ്വാസികളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്താ ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു അറിവ്. ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട്, നമ്മൾ ദൈവത്തെ അറിയുന്നു, ദൈവം നമ്മളെ അറിയുന്നു. ഇതിനകത്ത് ആദ്യം നടക്കുന്ന ദൈവം നമ്മളെ അറിയാമെന്നുള്ളതാണ്, അതിന് സംശയമൊന്നുമില്ല.
അപ്പോൾ ദൈവം നമ്മളെ അറിയുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു ഫാക്റ്റാണ്. അതിനെക്കുറിച്ച് നമ്മളിനി വേറെ വലിയ അറിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയത്തിനൊന്നും ആവശ്യമില്ല, നമുക്കതിനെക്കുറിച്ച് പഠിക്കാം. പക്ഷേ ദൈവം നമ്മളെ അറിയുന്നു എന്നുള്ളതും ദൈവം നമ്മളെ അറിയുന്നു എന്നുള്ള അറിവാണ് യഥാർത്ഥത്തിലുള്ള അറിവ്. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. അതായത് ഒരു മനുഷ്യൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ തന്നെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം എന്നെ അറിയുന്നു എന്നുള്ള അറിവാണ്. ദൈവം അറിയുന്നു എന്ന് എനിക്കറിവില്ലാത്തതാണ്. ദൈവം എന്നെ അറിയുന്നു എന്നുള്ളത് ഞാൻ അറിയുമ്പോഴാണ് എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നത്. ദൈവം എന്നെ അറിയുന്നു. ദൈവത്തിൻ്റെ ദുഃഖം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അറിയുന്നുണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നില്ലല്ലോ എന്ന് അറിയുമ്പോഴാണ് അവൻ്റെ ദുഃഖം. ദൈവം ആലോചിക്കുക, ഇവനൊന്ന് മനസ്സിലാക്കിയായിരുന്നെങ്കിൽ, ഞാൻ അവനെ അറിയുന്നുണ്ടെന്നൊന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ. അപ്പം ദൈവം അറിയുന്നു എന്നുള്ള അറിവാണ് യഥാർത്ഥത്തിലുള്ള അറിവ്. അതാണ് നമുക്ക് സന്തോഷം തരുന്നത്. ദൈവം അറിയുന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നില്ലെന്നുള്ള അറിവാണ് ദൈവത്തിൻ്റെ ദുഃഖം. ദൈവം എന്നെ അറിയുന്നു എന്നുള്ളൊരു തിരിച്ചറിവ്, ആ തിരിച്ചറിവ് ബുദ്ധിയിലുണ്ടാകുന്നതല്ല, അതൊരു ഒരു ആത്മാവിലുണ്ടാകുന്ന കാര്യമാണ്. ആത്മാവിലുണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അറിയുന്നെന്നുള്ള അർത്ഥത്തിലല്ല, അതൊരു സ്പിരിച്വൽ ട്രൂത്താണ്. അന്യഭാഷ പറയുന്നതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അന്യഭാഷ പറയണം, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ പറയുന്നത് നമ്മൾ ആ അറിവിൽ, ആ ബോധ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ശരിക്കും ട്രാൻസ്ഫോംഡ് ആകുന്നത്. ദൈവം എന്നെ അറിയുന്നു എന്നുള്ള അറിവ്. അപ്പോൾ ദൈവം എന്നെ അറിയുന്നു, ഞാൻ ദൈവത്തെ അറിയുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ്. ഞാൻ എങ്ങനെ ദൈവം എന്നെ അറിയുന്നു എന്ന് ഞാൻ അറിയണം. ഞാൻ ദൈവത്തെ അറിയേണ്ടതുപോലെ ദൈവത്തെ ഞാനും അറിയണം. ദൈവം എന്നെ അറിയുന്നു എന്നുള്ള തിരിച്ചറിവ് ഒരു കാര്യം. പക്ഷെ ദൈവത്തെ ഞാൻ അറിയുന്നു, ഇത് വാക്കുകൾ പറയുമ്പോഴത്തേക്ക് അങ്ങ് കൺഫ്യൂഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ക്രമേണ പഠിക്കുമ്പോൾ അത് മനസ്സിലാകാനുള്ളതേ ഉള്ളൂ. സിമ്പിളാണ് ഈ കാര്യങ്ങൾ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പാസ്റ്റർ ജോൺ തോമസ് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ശ്രദ്ധ വേണ്ടി വന്നേക്കും. എങ്കിലും സിമ്പിളാണ്, കാര്യം സിമ്പിളാണ്. സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയാനാണ് നമ്മൾ വേദോസം വളരെ സിമ്പിളായ കാര്യമാണ്. അത് മാക്സിമം സിമ്പിളാക്കി വേണം പറയാനും. ഞാൻ എപ്പോഴും ആലോചിക്കുക, ഈ ആഫ്രിക്കയിൽ ഞാൻ ചെന്നതിന് ശേഷമുള്ള എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ ചലഞ്ച് അതാണ്. കാര്യം ഞാൻ പറയാൻ എനിക്ക് ഈസി ആയിരിക്കും, പക്ഷേ ആർക്ക് വേണ്ടിയാണ് പറയുന്നത്? ആ മുന്നേ ഇരിക്കുന്നവർക്ക് വേണ്ടിയല്ലേ. അപ്പോൾ അവർക്ക് അറിയാവുന്ന രീതിയിൽ അത് പറയാൻ കഴിയുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ദൈവകൃപ. അല്ലാതെ പറഞ്ഞിട്ട് ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഒരു വലിയ ബൈബിൾ ക്ലാസ്സോ മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം. അവിടെയാണ് ഞാൻ അനുഭവിച്ചതായ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. ഒന്ന്, വേദപുസ്തകത്തിൻ്റെ സ്റ്റോറീസ് അറിയാം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അവിടുത്തെ ഒരു മദേഴ്സ് ഡേ, അമ്മമാരുടെ ഒരു സൺഡേ അവരുണ്ടായിരുന്നു, മദേഴ്സ് സൺഡേ. അപ്പം ഞാനവിടെ ചെന്നിട്ട് അവരോട് സംസാരിക്കുമ്പോഴത്തേക്ക് റൂത്തിൻ്റെ കഥ പറഞ്ഞിട്ട് അവർക്കറിയില്ല. ഇപ്പം ഞാൻ പറഞ്ഞത്, റൂത്തിൻ്റെ കഥ അറിയാൻ വയ്യാത്ത ഒരാളോട് നമുക്കെങ്ങനെയാണ് ആ ഭവനത്തിലെ റിലേഷനെക്കുറിച്ചും അമ്മയുടെ മഹാത്മ്യത്തെക്കുറിച്ചും ഒക്കെ പറയാനായിട്ട് കഴിയുന്നത്? അപ്പോൾ അവിടെയാണ് ചലഞ്ച് നമുക്ക് കൂടുതൽ ആകുന്നത്. അപ്പോൾ എന്ന് വെച്ചുകൊണ്ട് നമുക്കെല്ലാം അറിയാമെന്നുമല്ല. പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം, ഓരോ തലമുറ കഴിയും തോറും വേദപുസ്തകത്തിലെ തിരിച്ചറിവുകൾ, വേദപുസ്തകത്തിലെ കഥകൾ തന്നെ പിള്ളേർക്ക് അറിയാൻ വയ്യാതെ വന്നിരിക്കുകയാണ്. അതൊരു വലിയൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഞാനതിനെക്കുറിച്ച് പലയിടത്തും തമാശയായിട്ടാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, നടന്ന കാര്യങ്ങളാണ്. ഞാനൊരു 25-28 വർഷം മുമ്പ് ഒരു സ്ഥലത്ത് താമസിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത്, കോളേജിലെ സ്റ്റുഡൻസിനിടയ്ക്ക് വർക്ക് ചെയ്യാൻ. അപ്പം ഒരു അപ്പൻ, വിശ്വാസി കുടുംബത്തിലെ ഒരു അപ്പൻ എന്ന് പറഞ്ഞു, മോനോടൊന്ന് സംസാരിക്കണം. അപ്പോൾ സംസാരിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടെ നിന്ന് തരണ്ടായോ സംസാരിക്കാൻ? ഒളിയിൽ ഒരു ദിവസം ഇവന് ഈ മോട്ടോർ ബൈക്ക് വീൽ ചെയ്ത് പോയ കൂട്ടത്തിൽ 30 വർഷം 28 വർഷം മുമ്പാണ് എടുത്തടിച്ച് താഴെ വീണ് ദേഹം മുഴുവൻ അങ്ങ് പെയിൻ്റെല്ലാം പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇപ്പോൾ പോയി പറഞ്ഞാൽ കുഴപ്പമില്ല, കാര്യം എണീറ്റ് പോകത്തില്ലല്ലോ. കാര്യം ഇല്ലെങ്കിൽ ഇവനെ ഒന്നും നിന്ന് തരത്തില്ല. വിശ്വാസി ഭവനമാണ്. അവൻ സംസാരിച്ച കൂട്ടത്തിൽ അവനോട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് അവൻ എന്നോടൊരു ചോദ്യം, അങ്കിളെ അപ്പോൾ ഈ മോശയായിരുന്നോ നോഹയായിരുന്നോ ആദ്യം ഉണ്ടായിരുന്നേ?
അപ്പം ഞാനങ്ങ് ഷോക്കായി പോയി. ഒരു വിശ്വാസി കുടുംബത്തിൽ ജനിച്ച ഒരു ചെറുക്കൻ എന്നോട് ഈ ചോദ്യം ചോദിച്ചപ്പോഴത്തെ കാര്യം അവൻ്റെ കുറ്റമല്ല, അവൻ കളിയാക്കാൻ ചോദിച്ചൊന്നുമല്ല, അവന് ശരിക്കും ആ കാര്യം അറിയില്ല. ആ ഷോക്ക് പിന്നെ മാറിയത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ കുറച്ച് വർഷം മുമ്പ് ഒരു 30 വയസ്സോ 32 വയസ്സുള്ള ഒരു ചെറുക്കനുമായിട്ട് ഇങ്ങനെ അവൻ്റെ ഒരു ചില പ്രശ്നങ്ങളുണ്ട്, അത് സംസാരിക്കാനായിട്ട്. ഫാമിലിയാണ്, 35 വയസ്സാണ്. ഇതേപോലെ വായിച്ചു പ്രാർത്ഥനയൊക്കെ ഉള്ളൊരു വീട്ടിലെ ഒരു പയ്യനാണ്. അവനോടിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ അവന് എന്നോടിങ്ങനെ ചോദിച്ചു, അപ്പോൾ അച്ഛാ ഈ മഗ്ദലക്കാരത്തി മറിയ അല്ലയോ ചോദിച്ചു എൻ്റെ അമ്മ. ഞാൻ ചിന്തിച്ചത് രണ്ടുപേരും ഒരാളാണ്. അത് കേട്ടപ്പോഴേ എനിക്ക് മറ്റേ ഷോക്കൊന്ന് മാറിയത്. കാര്യം പുതിയൊരു ഷോക്ക് കിട്ടിയപ്പോഴാണ് പഴയ ഷോക്കൊന്ന് മാറിയത്. അപ്പം ഇത് തമാശ പറയാൻ വേണ്ടി പറയുന്നതല്ല. വന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കിപ്പോൾ എന്താ, വേദപുസ്തകത്തിലെ കഥകൾ പോലും അറിയാൻ വയ്യാത്ത ഒരു നിലയിൽ വന്നിരിക്കുകയാണ്. അതിനാരെ കുറ്റം പറയണ്ടേ? ഞാൻ പലപ്പോഴും ഈ കാര്യങ്ങൾ പലയിടത്ത് ഞാൻ ആവർത്തിച്ചിട്ടുണ്ട്. ആവർത്തിച്ചാലും കുഴപ്പമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ആവർത്തിച്ചെങ്കിലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ മലയാളത്തിൽ നഗരവൽക്കരണം എന്നൊക്കെ പറയുന്ന അർബനൈസേഷൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. നമ്മളിങ്ങനെ ഈ എന്താണ് ഒരു ആറ്റം ഫാമിലിയിലേക്കൊക്കെ മാറിയപ്പോൾ 2 കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഒന്ന്, കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നഷ്ടപ്പെട്ടു. കാര്യം അതിന് നമുക്ക് പറ്റുന്നില്ല. പലപ്പോഴും ജോലിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ ഒരു യാഥാർത്ഥ്യമാണ്. അല്ലെ, നമ്മളെ ചെറിയ പ്രായത്തിലൊക്കെ അടുത്തൊരു കുഞ്ഞുണ്ടാകുന്നത് വരെ എന്ത് ചെയ്യുക, ആ മൂത്ത കുഞ്ഞ് അമ്മയുടെ മുലപ്പാൽ കുടിച്ചാണ് വളർന്നത്. ഇന്നിപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല. കാര്യം നമുക്ക് ജോലിയായി മറ്റു കാര്യങ്ങളായി. അപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ലെവൽ അങ്ങനെ നഷ്ടപ്പെട്ടു. രണ്ടാമത് നഷ്ടപ്പെട്ട ഒരു കാര്യം വല്യമ്മച്ചി എന്ന് പറയും. മറ്റ് വീടുകളിലെല്ലാം ഒരു ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഇന്നത്തെ നമ്മുടെ സാഹചര്യം വെച്ചുകൊണ്ട് ഞാനിപ്പം ഒരാളെയും കുറ്റം വിധിക്കുന്നൊന്നുമല്ല. പക്ഷേ ഈ ഗ്രാൻഡ് മദേഴ്സാണ് മക്കളിലേക്ക് വേദപുസ്തക കഥകളും പഴയ പാട്ടുകളും ഒക്കെ പകർന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ശരിയല്ലേ? നമുക്കൊക്കെ പ്രായമുള്ളവർക്കെല്ലാം അറിയാം. പക്ഷേ ഇന്നത് പകർന്നു കൊടുക്കാൻ അപ്പനോ നേരമില്ല, അമ്മയ്ക്കും നേരമില്ല, ആർക്കും നേരമില്ലാത്ത ഒരു സ്റ്റേജാണ് വന്നേക്കുന്നത്. പകരം ഇവർക്ക് കിട്ടുന്നത് എന്താ? റിലീജിയസ് ആയിട്ടൊന്നും ഇവർക്ക് കിട്ടുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഒരു കുഞ്ഞ് ശല്യം ഒഴിവാക്കാനായിട്ട് കൊച്ചിൻ്റെ കയ്യിൽ ഒരു മുലക്കുപ്പിയും കൊടുത്തേച്ച്, ഈ പാൽക്കുപ്പിയും കൊടുത്തേച്ച് എന്താണ് ഒരു മുറിക്കകത്തോട്ട് അടച്ചിട്ട് കാർട്ടൂൺ കാണിച്ചു കൊടുക്കുക. വേദപുസ്തക കഥകൾ പഠിച്ചിരുന്ന സമയത്ത് ഇവൻ കാണുന്നത് അത് മനസ്സിലാക്കാനുള്ളതൊന്നും ആയില്ല. ഇങ്ങനെ കണ്ണും തള്ളിയ ആളുകൾ പിള്ളേർ ഇരിക്കുന്നത് തന്നെ. ഈ കാർട്ടൂൺ കണ്ട് പിള്ളേരുടെ കണ്ണ് തന്നെ ഒരു വല്ലാത്ത രീതിയിലായിപ്പോയി. ഈ പിള്ളേരൊക്കെ നടക്കുന്നത് ഞാൻ ചിലപ്പോൾ ആലോചിച്ചുള്ളൂ. ഈ പിള്ളേരിങ്ങനെ ഈ മെഷീൻ നടക്കുന്നത് പോലെ നടക്കുന്നത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാർട്ടൂണുകളൊക്കെ പണ്ടത്തെ ഫെയറി ടെയിൽസ് ആണെങ്കിൽ പോലും അതിനകത്ത് ഒരു മനുഷ്യാംശം ഉണ്ടായിരുന്നു. ഇന്നിപ്പം കാർട്ടൂൺ, അത് ബ്രദറെ അത് വേറെ ഒന്നും ഞങ്ങൾ കാണിക്കത്തില്ല, ഞങ്ങൾ കാർട്ടൂണേ കാണിക്കത്തുള്ളൂ എന്ന് ചിലപ്പം അമ്മമാരോ അപ്പന്മാരോ ഒക്കെ എന്നോട് പറയുന്നുണ്ട്. ടെലിവിഷൻ കാണിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മളോട് പറയും, അത് ബ്രദറെ വേറെ ഒന്നും ഞങ്ങൾ പിള്ളേർക്ക് കാർട്ടൂൺ ഒഴികെ വേറെ ഒന്നും കാണിച്ചു കൊടുക്കത്തില്ല, ഞങ്ങൾ സിനിമയൊന്നും എടുത്തില്ല, ഞങ്ങൾ കാർട്ടൂൺ. പക്ഷേ ഈ കാർട്ടൂൺ സിനിമയേക്കാൾ ദോഷമായിട്ട് വന്നിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയ്ക്കകത്തെങ്കിലും സംസാരിക്കുന്ന മനുഷ്യരുണ്ട്. ഞാൻ സിനിമ കാണാനല്ലേ കേട്ടോ പറഞ്ഞേക്കല്ലേ, സാജു ബ്രദർ വന്നു കഴിഞ്ഞിട്ട് സിനിമയ്ക്കകത്ത് കുഴപ്പമില്ലെന്ന് പറഞ്ഞത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെഷീൻസാണ് ഈ കാർട്ടൂണുകളിലെ കഥാപാത്രങ്ങൾ. ഇതുകൊണ്ടെന്താ, മനുഷ്യത്വമില്ലാത്ത കുഞ്ഞുങ്ങളാണ് വളർന്നു വരുന്നത്. മുലപ്പാൽ കുടിച്ചിട്ടില്ല, വേദപുസ്തകത്തിലെ കഥകൾ കേട്ടിട്ടില്ല, പാട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഒരു പ്രോബ്ലം അതിപ്പം മറ്റൊന്നുമല്ല. ഒന്ന്, വേണ്ടത്ര ഇൻവോൾവ്മെൻറ്റ് ഈ കുഞ്ഞുങ്ങൾക്ക് പാട്ടുകളിലോ മറ്റുള്ള കാര്യങ്ങളിലോ ശരിയായ നിലയിൽ കിട്ടുന്നില്ല. ഇതൊക്കെ വീട്ടിൽ കിട്ടിയാലേ പറ്റുള്ളൂ. അല്ലാതെ ഇതൊക്കെ സഭയിൽ നിന്ന് കിട്ടണമെന്ന് വാശി പിടിക്കുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. ഇതൊക്കെ വീട്ടിലാണ് കിട്ടേണ്ടത്. ഒരു ചെറുക്കൻ പഠിച്ചു പോയപ്പോഴത്തേക്ക് ഒരു തള്ള പറഞ്ഞത്, അവൻ എന്തിനാ സൺഡേ സ്കൂളിലൊക്കെ പോയതെന്നാ. അപ്പം ഞാൻ ചോദിച്ചുള്ള, സൺഡേ സ്കൂളിൽ ആഴ്ചയിൽ എത്ര മണിക്കൂറാണ് അവൻ പോയത്? 1 മണിക്കൂർ സൺഡേ സ്കൂളിൽ പോയി, ബാക്കിയെല്ലാ സമയം നിങ്ങളൂടെ അല്ലായിരുന്നു. നിങ്ങൾ നന്നാക്കാത്തത് പിന്നെ സൺഡേ സ്കൂൾ ടീച്ചറിൻ്റെ ചുമതലയാണോ ഇതിനെല്ലാം നന്നാക്കി എടുക്കുക എന്നുള്ളത്? തലകുറിച്ച പിള്ളേരെയെല്ലാം നന്നാക്കാനുള്ള ഒരു
ദുർഗുണ പരിഹാര പാഠശാലയാണോ സൺഡേ സ്കൂൾ? എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക. സൺഡേ സ്കൂൾ അത്യാവശ്യമാണ്, പക്ഷേ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ആത്മീയത പകർന്നു കൊടുക്കേണ്ടത് എവിടെയാ? ഭവനത്തിലാണ്. നിങ്ങൾ പോയി ആവർത്തന പുസ്തകം 6-ാം അധ്യായം ഒന്ന് പോയി വായിച്ചു നോക്ക്. അവിടെ എഴുതിയിട്ടുണ്ട് ആരാ പഠിപ്പിക്കേണ്ടതെന്ന്. നിങ്ങൾ അവയെ ന്യായപ്രമാണത്തിൽ ക്ഷേമ ആണ് അവിടെ പറയുന്നത്. ക്ഷേമ എന്ന് പറഞ്ഞാൽ കേൾക്ക, ഇസ്രായേലെ കേൾക്ക, യഹോവ സത്യദൈവം, അവൻ ഏകൻ തന്നെ, യഹോവ ഏകൻ തന്നെ, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ്. ഗാഡ് ഈസ് വൺ, അവനല്ലാതെ വേറെ ദൈവമില്ല. ഇത് എല്ലാ ദിവസവും യഹൂദ കുട്ടികൾ പറയുന്ന, അന്നേരം ക്ഷേമ എന്നുള്ള ഇസ്രായേലെ കേൾക്കാന്ന്, ക്ഷേമ അവരുടെ ക്ഷേമ ചൊല്ലിയിട്ടേ അവരുടെ കാര്യങ്ങളുള്ളൂ. അതെല്ലാ കുട്ടികളും എല്ലാ ദിവസവും, അതായത് ഇത് ഒരിക്കൽ വായിക്കുന്ന കാര്യമല്ല, എല്ലാ ദിവസവും ഈ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലെ ഈ ക്ഷേമ എല്ലാ ദിവസവും യഹൂദ കുഞ്ഞുങ്ങൾ ആവർത്തിച്ച് പറയുന്ന വാക്യമാണിത്. എന്നിട്ട് പറയാണ്, ഇത് നിങ്ങൾ നിങ്ങളുടെ ഡിലിജൻ്റ്ലി ടീച്ച് യുവർ ചിൽഡ്രൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ജാഗ്രതയോടെ പഠിപ്പിക്കണമെന്ന്. ഏത്? യഹോവ സത്യദൈവം, യഹോവ ഏകൻ തന്നെ, വേറെ ദൈവം ഉണ്ടാകരുതെന്ന് വീട്ടിൽ പഠിപ്പിച്ചോണം. അതിനെക്കുറിച്ച് അവരെ എപ്പോഴൊക്കെ പഠിപ്പിക്കണമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. നീ വഴി നടക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും പോകുമ്പോഴും പഠിപ്പിക്കണമെന്ന്. എന്നുവെച്ചാൽ വേറെ എപ്പോഴാണ് സമയം? ആര് പഠിപ്പിക്കണം? സൺഡേ സ്കൂൾ ടീച്ചർ വന്ന് പഠിപ്പിക്കണമെന്നല്ല, അപ്പനും അമ്മയും പഠിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ആ രീതിയിൽ കാര്യങ്ങൾ പഠിപ്പിക്കണം. ഞാൻ ആഫ്രിക്കയിലെ വാസം പറഞ്ഞു കഴിഞ്ഞാൽ, ആഫ്രിക്കയിലെ കാര്യമൊക്കെ പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഉള്ളവർ പറയും, എൻ്റെ പൊന്ന് സാജു, ഇതൊന്നും ആഫ്രിക്ക മാത്രമല്ല, ഇപ്പോൾ ഇവിടെയും കൂടെ പറഞ്ഞാലേ പറ്റുമെന്ന്. അവിടെ ഞാൻ എപ്പോഴും എല്ലായിടത്തും ചെന്ന് വഴക്കുണ്ടാക്കുന്നത് ഈ പാട്ട് ഒഴികെ വേറെ കാര്യങ്ങളൊന്നും അവർക്കില്ല. നമുക്കറിയാം, ഇവിടുത്തെ നമ്മൾ എല്ലാം കാണുന്നതാണല്ലോ, പലപ്പോഴും ആഫ്രിക്കൻ പശ്ചാത്തലത്തിലുള്ള കാര്യം അവർക്ക് ദേ ജസ്റ്റ് എൻജോയ് സിംഗിങ് സോങ്സ്. ദൈവവചനം അറിയില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ബൈബിൾ സ്കൂളിൽ പോയി ക്ലാസ് എടുത്തിട്ട്, ബൈബിൾ സ്കൂളിലിരുന്ന പിള്ളേരെന്ന് പറയുന്നൊരു കാര്യമില്ല, ദേ ആർ ഓൾ ഗ്രോൺ അപ്പ് പീപ്പിൾ. ഞാൻ വേർ ഇസ് യുവർ ബൈബിൾ? ഞാൻ അവിടെ എവിടെ ചെന്നാലും ചോദിക്കും, എന്തിയാ വേദോസം എന്തിയെന്ന്. ബൈബിൾ സ്കൂളിൽ വേദോസം കൊണ്ടുവരാതെ ധാരാളം ആളുകളുണ്ടായിരുന്നു. അവർക്ക് വേദപുസ്തകം ഒരു വിഷയമല്ലാതെ അവർക്ക് പാട്ട് പാടാനാണ് വരുന്നത്. പാട്ട് പാടാൻ വേദോസം വേണ്ടല്ലോ. ഈ പാട്ട് പാടുന്ന സ്റ്റേജിൽ നിന്ന് പാട്ട് പാടുന്ന പാട്ടുകളും തിരിച്ചു വന്നിരിക്കുമ്പോഴത്തേക്ക് കയ്യിൽ വേദോസമില്ല, കയ്യിലുമില്ല, മനസ്സിലുമില്ല. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എക്സ്പെൻസീവ്, ഭയങ്കര വിലയാണ്. നമുക്കൊരു വേദോസം വാങ്ങിക്കാൻ ഇത്ര രൂപയേ ഉള്ളൂ. ചില സ്ഥലങ്ങളിലൊക്കെ പല ഭവനങ്ങളിലും ചില പാസ്റ്റേഴ്സിന് പോലും അവിടെ വേദോസം ഇല്ല, അവർക്ക് വാങ്ങിക്കാനും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് അത് വേറെ കാര്യം, ഇറ്റ്സ് എക്സ്പെൻസീവ്, അത് വേറെ കാര്യം. പക്ഷേ എക്സ്പെൻസീവ് ആണെന്ന് മാത്രമല്ല, ഇതിനോടുള്ള ഒരു ആഭിമുഖ്യവും താല്പര്യവും കാര്യങ്ങളും ഉണ്ടെങ്കിലല്ല ബാക്കിയുള്ളത് മാറ്റി വെച്ച് ഇത് വാങ്ങിക്കത്തുള്ളൂ. പിന്നെ പല സ്ഥലങ്ങളിലും അത് അവൈലബിൾ അല്ല. ഞങ്ങൾ കഴിവതും ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ബൈബിൾ അവൈലബിൾ ആക്കാനായിട്ട് നോക്കുന്നുണ്ട്. അവിടെ പിന്നെ അവൈലബിൾ ആക്കണം. ഇവിടെ പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇഫ് യു വോണ്ട് ടു ബൈ എ ബൈബിൾ, നമുക്കവിടെ അവൈലബിൾ ആണ്. വിലയും നമുക്ക് അഫോർഡബിൾ ആയിട്ടാണ്. നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ബൈബിളിൻ്റെ 5 times വില കൊടുക്കണം. അവിടെ ഒരു ബൈബിൾ വേണമെങ്കിൽ 5 ഇരട്ടി വില. പാവങ്ങൾക്ക് ചിലപ്പോൾ അത് പ്രയാസമായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈബിൾ കയ്യിലിരുന്നാൽ പോരാല്ലോ. ഈ ബൈബിൾ കൈവച്ചേക്കാനുള്ള സാധനമല്ല. ഇന്ന് നമ്മളെ കുഞ്ഞുങ്ങൾ ബൈബിൾ വായിക്കണമെന്ന് പഠിപ്പിക്കാൻ പോലും, അല്ലെങ്കിൽ അത് നിർബന്ധമായിട്ട് സ്കൂളിലെ പുസ്തകം പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് പിള്ളേരെ വഴക്കുണ്ടാക്കും, ചൂടാകും, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഈ പിള്ളേർ എല്ലാ ദിവസവും വേദോസം വായിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തിരക്കുന്നുണ്ടോ? തനിയെ പോയിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന മക്കൾ നിങ്ങൾക്കുണ്ടോ? എനിക്കറിയാമെന്നിട്ട് ചോദിക്കുക. നിങ്ങൾ നിർബന്ധിക്കുമ്പോഴല്ലാതെ തനിയെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന കുഞ്ഞുങ്ങളൊക്കെ ആണോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ? ഇല്ലെങ്കിൽ നിങ്ങൾ അതിനെ ഉപവസിച്ച് പ്രാർത്ഥിക്കണ്ടേ? നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ അറിയാത്ത സമയത്ത് നിങ്ങളെ കാണിക്കാനല്ലാതെ നിങ്ങൾ പറയാതെ കുഞ്ഞുങ്ങൾ തനിച്ചു പോയിരുന്ന് വേദോസം വായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ടോ? അങ്ങനെയൊക്കെ അല്ലായിരുന്നോ നമ്മുടെ ബാല്യം? ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ, ഞാൻ പെന്തിക്കോസ് പശ്ചാത്തലത്തിൽ വന്നൊന്നും ആളല്ല. പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞ സമയം തൊട്ട് എനിക്ക് വേദോസം എന്ന് പറയുന്ന ഒരു ആവേശമായിരുന്നു.
അങ്ങനെ വേദപുസ്തകം വായിക്കാനും പഠിക്കാനും ഒക്കെ നിങ്ങളെ കുഞ്ഞുങ്ങൾ താല്പര്യം എടുക്കുന്നില്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഞാൻ ഒരാൾ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, ബ്രദറെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങളാണ്. ഞാൻ പറഞ്ഞു നല്ല കുഞ്ഞുങ്ങളായതുകൊണ്ട് എന്നാൽ പിന്നെ എത്രയോ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ എത്രയോ നല്ല കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കാളും നല്ല കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ചു തരാം. യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. എൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടണമെന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൻ്റെ അഭിവാഞ്ചയും മോഹവും അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും അതിനൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ല എന്തോന്നിനാണ് പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ കർത്താവ് തന്നിട്ടുണ്ട്. തിന്നാനും ഉണ്മാനും കുടുംബാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പിനാ കർത്താവ് പറഞ്ഞാൽ അത് ചെയ്യാത്ത കുഴപ്പമേ ഉള്ളൂ നമുക്ക്. ഏതാണെങ്കിലും അതിനൊന്നും ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇവിടെ വളരെ ആയിടണോ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ബൈബിൾ ക്ലാസ് ആഫ്രിക്കയിൽ പഠിപ്പിച്ചപ്പോഴത്തേക്ക് അവർ ചോദിച്ചു, വാട്ട് കൈൻഡ് ഓഫ് ഗോസ്പൽ യു ആർ പ്രീച്ചിങ്? യു സേ, അവരോട് പറഞ്ഞപ്പോഴത്തേക്ക് അവരോട് പറഞ്ഞു, നീ പ്രോസ്പെരിറ്റി പ്രീച്ചിങ്ങിനെ. ഞാൻ പ്രോസ്പെരിറ്റി പ്രീച്ചിങ്ങിനെ എതിർത്ത് അവിടെ എല്ലാം പ്രസംഗിച്ചപ്പോഴത്തേക്ക് പാസ്റ്റേഴ്സിനോട് ചോദിച്ചതാണ്, നീ പ്രോസ്പെരിറ്റി പ്രീച്ചിങ്ങിനെ എതിർക്കുന്നു, പിന്നെ നീ എന്തോ പ്രസംഗിക്കുന്നത്? പോവർട്ടിയാണോ? ഞാൻ പറഞ്ഞു, പോവർട്ടി ഒന്നും അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ഇപ്പം നാട്ടുകാർ മുഴുവൻ പട്ടിണി കിടക്കണമെന്നൊന്നുമല്ല എൻ്റെ ആഗ്രഹം. ഞാൻ പ്രസംഗിക്കുന്നത് സംതൃപ്തിയാണ്. ഞാൻ സമൃദ്ധിയല്ല പ്രസംഗിക്കുന്നത്, ഞാൻ സംതൃപ്തിയാണ് പ്രസംഗിക്കുന്നത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനായിട്ട് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇതൊക്കെ സഭായോഗത്തിന് പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെടുന്ന ആളുകളായിരുന്നു നമ്മുടെ ആളുകളെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടാകുമായിരുന്നു. സകല പാപങ്ങളുടെയും മൂല കാരണം സംതൃപ്തിയില്ലായ്മയാണ്. സംതൃപ്തി ഉണ്ടെങ്കിൽ എന്ത് പാപമാണ് ചെയ്യാൻ പറ്റുന്നത്? സംതൃപ്തി ഉണ്ടെങ്കിൽ അസൂയ ഉണ്ടാകും. സംതൃപ്തി ഉണ്ടെങ്കിൽ അസൂയ ഉണ്ടാകത്തില്ലല്ലോ. ഒരുത്തൻ BMW എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഞാൻ എൻ്റെ കാര്യത്തിൽ എൻ്റെ കയ്യിലിരിക്കുന്നത് കാർ ഇല്ലെങ്കിൽ തന്നെ, അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള കാറെന്ന് പറയുന്നത് ഇനിയിപ്പം പഴയ എന്തെങ്കിലും കൊറോളായോ അല്ലെങ്കിൽ അതിനേക്കാളും കുറഞ്ഞോ എന്തെങ്കിലും ആണെന്ന് വെച്ചു, ഒരുത്തൻ BMW എടുക്കുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കാറിനകത്ത് സംതൃപ്തനാണെങ്കിൽ എനിക്ക് അസൂയ ഉണ്ടാകുമോ? ഇല്ല. അപ്പം പാപം ചെയ്യാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് സംതൃപ്തി ഉണ്ടാകുന്നുള്ളതാണ്. സംതൃപ്തിയുടെ സുവിശേഷം നമ്മൾ ഇനി പ്രസംഗിക്കേണ്ടത്, സഭകളിൽ പ്രസംഗിക്കേണ്ടത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനായിട്ട് പഠിക്കണം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനാണെങ്കിൽ മോഷ്ടിക്കുമോ? ഇല്ല. അവൻ കള്ളം പറയത്തില്ല. സംതൃപ്തി ഉണ്ടെങ്കിൽ ഒന്നുമില്ല. ഇഫ് യു ആർ താങ്ക്ഫുൾ യു ആർ സ്പിരിച്വൽ. ഫ്രാൻസിസ് ഷിഫർ പറഞ്ഞൊരു വാചകമാണ്, ഇഫ് യു ആർ താങ്ക്ഫുൾ യു ആർ സ്പിരിച്വൽ. ആ സംതൃപ്തി നമ്മൾ പഠിക്കണം. ഞാൻ ബൈബിൾ ക്ലാസ്സിൻ്റെ സബ്ജക്റ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇത് പറയാൻ വേണ്ടി എണീറ്റ് നിന്നൊന്നുമല്ല, പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഭകളിൽ ഇതുപോലെയുള്ള പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് നമ്മളിനി പഠിക്കേണ്ടത്. പ്രായോഗികമായിട്ട് സംതൃപ്തി ഉണ്ടെങ്കിൽ കള്ളം പറയത്തില്ല, സംതൃപ്തി ഉണ്ടെങ്കിൽ അസൂയപ്പെടത്തില്ല, സംതൃപ്തി ഉള്ള മോഷ്ടിക്കത്തില്ല. എനിക്കുള്ളതുകൊണ്ട് ഞാൻ സംതൃപ്തനാണെങ്കിൽ ഞാൻ പിന്നെ മോഷ്ടിക്കാൻ പോകും. സംതൃപ്തി ഉള്ളവന് പകയുണ്ടാകത്തില്ല. ചില കളത്തിൽ പറഞ്ഞാൽ സംതൃപ്തി ഉള്ളവന് വ്യഭിചാരം ചെയ്യത്തില്ലല്ലോ. അവൻ്റെ ഭാര്യയിൽ അവൻ സംതൃപ്തനാണെങ്കിൽ അവന് വ്യഭിചാരം ചെയ്യാൻ പോകും ഇല്ലല്ലോ. ചില കൂട്ടി അങ്ങ് ഞാൻ പറഞ്ഞതാണ്. സംതൃപ്തിയാണ് എനിക്ക്. എൻ്റെ ഭാര്യയെ ഞാൻ സംതൃപ്തനാണ്, എൻ്റെ ഭവനത്തിൽ ഞാൻ സംതൃപ്തനാണ്, എൻ്റെ കുടുംബത്തിൽ സംതൃപ്തനാണ്, എൻ്റെ ജോലി ഞാൻ സംതൃപ്തനാണ്, എൻ്റെ കാറിനകത്ത് ഞാൻ സംതൃപ്തനാണെങ്കിൽ പിന്നെ പിശാചിന് എന്നാ ചെയ്യാൻ പറ്റും? പിശാചിന് നിങ്ങളെ തൊടാൻ പറ്റില്ല. അപ്പോൾ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു താക്കോലാണ് വാസ്തവത്തിൽ സംതൃപ്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ, ഞാൻ ദൈവത്തെ അറിയുന്നു, ദൈവം എന്നെ അറിയുന്നു. ഈ അറിവുകൾ, ഞാൻ ദൈവത്തെ അറിയുന്നു എന്നുള്ള അറിവാണ് എനിക്ക് ആദ്യം ഉണ്ടാകേണ്ടത്. ദൈവം എന്നെ അറിയുന്നു എന്നുള്ള അറിവ് എനിക്കുണ്ടാകണം. അതിന് ശേഷമാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് ദൈവത്തെ ശരിയായിട്ട് അറിയേണ്ടതുപോലെ അറിയാൻ പറ്റുന്നത്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. ദൈവം എന്നെ അറിയുന്നുവെന്ന് ഞാൻ അറിയണം. പിന്നെ വേണം ദൈവത്തെ ഞാൻ അറിയാൻ. അല്ലാതെ നമുക്ക് ദൈവം എന്നെ അറിയുന്നതാണ് ആദ്യം നടക്കുന്ന കാര്യം. അല്ലാതെ ഞാൻ ദൈവത്തെ അറിയുന്നതല്ല. ദൈവം എന്നെ അറിയുന്നു എന്നറിയുന്നതാണ് ഏറ്റവും വലിയ അറിവ്. ദൈവം എന്നെ അറിയുന്നു. ആ ദൈവം എന്നെ അറിയുന്നു എന്നുള്ള തിരിച്ചറിവ്, അത് ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണമെങ്കിൽ ആ റിലേഷൻ കറക്റ്റ് ആയിരിക്കണം. റിലേഷൻ ഉണ്ടാകുമ്പോൾ ഇപ്പം ഞാൻ ഒരു ദേവദാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളിപ്പം ഹ്യൂമൻ ബോഡിയിലാണെങ്കിലും
എൻ്റെ മെമ്മറിയും എൻ്റെ നോളജും എല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ, എൻ്റെ ബ്രെയിൻ ശരിയായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഹാർട്ട് എന്ത് ചെയ്താലേ പറ്റുള്ളൂ? ബ്ലഡ് പമ്പ് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് ബ്ലോക്ക് അല്ലെങ്കിൽ ഇടയ്ക്കൊരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ദാറ്റ് അഫക്ട്സ് മൈ മെമ്മറി, ദാറ്റ് അഫക്ട്സ് എവറിത്തിങ്. ഒരു ക്ലോട്ട് ഉണ്ടാകുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പോൾ ഹാർട്ട് നന്നായിട്ട് പമ്പ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? എൻ്റെ ഓർമ്മയും എൻ്റെ ബുദ്ധിയും എല്ലാം തെളിഞ്ഞിരിക്കും. അപ്പോൾ ആ ദേവദാസൻ പറഞ്ഞതാണ്, ഒരു ക്ലീൻ ഹാർട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് ബ്രെയിനിലേക്ക് പമ്പ് ചെയ്യുമ്പോഴത്തേക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ അതവിടെ ചെല്ലുകയാണെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരു ക്ലീൻ ഹാർട്ടാണ് ശരിക്കും ദൈവവുമായിട്ടുള്ള നമ്മുടെ ദൈവത്തെ അറിയുന്നതും ദൈവത്തിൻ്റെ അറിവിനെക്കുറിച്ച് അറിയുന്നതുമൊക്കെ നമ്മളെ അതിന് സഹായിക്കുന്നത് ശരിക്കും ഒരു ക്ലീൻ ഹാർട്ടാണ്. ഒരു ക്ലീൻ ഹാർട്ടില്ലാത്ത ഒരാൾക്ക് ദൈവത്തെ അറിയാൻ കഴിയില്ല. ഒരു ക്ലീൻ ഹാർട്ടില്ലാത്ത ഒരാൾക്ക് ദൈവത്തെ അറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എന്താ അതിൻ്റെ അർത്ഥം? ഇഫ് യുവർ ഹാർട്ട് ഈസ് നോട്ട് റൈറ്റ്, യു കനോട്ട് സീ ഗാഡ്. പൂച്ച യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഹൃദയം ശുദ്ധമല്ലെങ്കിൽ, ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, നമ്മളൊക്കെ അങ്ങനെ വലിയ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ നമ്മളെ തന്നെ അങ്ങ് കളിപ്പിക്കാൻ നോക്കരുത്. അത് നമ്മൾ തന്നെ വഞ്ചിക്കപ്പെടുകയാണ്. നമ്മുടെ ഹാർട്ട് ക്ലീൻ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ കാണാൻ കഴിയില്ല. അത് കർത്താവ് പറഞ്ഞ വാക്കാണ്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ ശരിക്കും ഈ പഠനം തുടങ്ങുമ്പോൾ ഞാൻ അതുകൊണ്ട് അത് പറയാനുള്ള കാര്യം, അതായത് വാട്ട് വി നീഡ് ഈസ് എ ക്ലീൻ ഹാർട്ട്. ഒരു ശുദ്ധമായ ഹൃദയം ഉണ്ടെങ്കിലേ നമുക്ക് കർത്താവിനെ അറിയാൻ പറ്റുള്ളൂ. നമ്മളെ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് പോലെ ആ സ്പിരിച്വൽ ബ്രെയിൻ ഒന്ന് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൃദയത്തിൻ്റെ ഹൃദയശുദ്ധിയുടെ ആവശ്യകത. നമ്മൾ 51-ാം സങ്കീർത്തനത്തിൽ 10-ാമത്തെ വാക്യത്തിൽ അവിടെ ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട്, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്. എനിക്ക് ആവശ്യമുള്ളത് എന്താണ്? ഒരു നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് നൽകണമേ. നിർമ്മലമായ ഒരു ഹൃദയം. ആ ക്ലീൻ ഹാർട്ടിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ക്ലീൻ ഹാർട്ട്. ദാവീദ് അവിടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പറയുന്നത്, കർത്താവേ ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് ഓഫ് ഗോഡ് ആൻഡ് എ റൈറ്റ് സ്പിരിറ്റ് വിതിൻ മീ. എന്നിട്ട് 6-ാമത്തെ വാക്യത്തിൽ വരുന്നത് എന്താണെന്നറിയാമോ? 6-ാമത്തെ വാക്യത്തിൽ അന്തർഭാഗത്തിലെ സത്യം എന്നെ, അന്തർഭാഗത്തിലെ സത്യമാണ് നീ ഇച്ഛിക്കുന്നത്. നീ ഇച്ഛിക്കുന്നത് എന്താണ്? ട്രൂത്ത് ഇൻ മൈ ഇന്നർ ബീയിങ്. ഇൻ മൈ ഇന്നർ ബീയിങ്. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഇത് നടക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ക്ലീൻ ഹാർട്ട് വേണം. നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് അത്യന്താവശ്യമാണ്. അതുകൊണ്ട് ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ. ദൈവവുമായിട്ടുള്ള റിലേഷൻ, അവൻ്റെ ജീവിതത്തിൽ പറ്റിയ പാളിച്ചകളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ആ ഭാഗം പഠിക്കാനല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് അവൻ അങ്ങനൊരു പാപത്തിൽ വീണുപോയി എന്ന് ചോദിച്ചാൽ അവൻ തന്നെ പറയുന്നത്, there was no truth in my inner being. അവൻ്റെ തലയിലുണ്ടായിരുന്നു. ദാവീദിന് ദൈവവചനം അറിയാം, തെറ്റെന്താന്നൊക്കെ അറിയാൻ വയ്യാത്ത ആളൊന്നുമല്ല. പക്ഷേ he committed sin. Why? There was no truth in his inner being. അവന് ന്യായീകരിക്കാനും നീതീകരിക്കാനും ഒക്കെ പല കാര്യങ്ങൾ കാണുമായിരിക്കും. പക്ഷേ ദൈവാത്മാവ് ബോധ്യപ്പെടുത്തിയപ്പോൾ അവന് മനസ്സിലായി, ഇതിൻ്റെ സകല കാര്യങ്ങളുടെയും പ്രശ്നം എന്നാണെന്നറിയാമോ? Because there was no truth in my inner being. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? I need a clean heart of God. Create in me a clean heart, O God, and renew a right spirit within me. Create in me a clean heart, O God, and renew a right spirit within me. എൻ്റെ ഉള്ളിൽ ഒരു ക്ലെൻസിങ് ആവശ്യമുണ്ട്.
നമുക്കെല്ലാം ഉള്ള ഒരു ആവശ്യം എപ്പോഴും ആവശ്യമുള്ളതാണെന്ന്, അല്ലാതെ ഒരിക്കൽ രക്ഷിക്കപ്പെടുന്ന ഒരു ദിവസത്തെ കാര്യം മാത്രമൊന്നുമല്ല ഞാനിത് പറയുന്നത്. ബിക്കോസ് വി ലിവ് ഇൻ ദിസ് വേൾഡ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും ലോകത്തിൻ്റെ പൊടിപടലങ്ങളൊക്കെ നമ്മളുടെ ഹൃദയത്തെ കറപിടിപ്പിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു കഴുകൽ ആവശ്യമാണ്. ഹൃദയത്തെ ക്ലീൻ ആക്കുന്ന ഒരു കഴുകൽ എപ്പോഴും നമുക്ക് ആവശ്യമാണ്. ആ ഒരു കഴുകൽ നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദാറ്റ് ഈസ് വെരി സിമ്പിൾ. പക്ഷേ അതിനെന്ത് വേണം? ഹൃദയശുദ്ധി. ഞാൻ ശുദ്ധിയുള്ള ഒരാളാണെന്ന് മാത്രം പറഞ്ഞിരുന്നതിൽ കാര്യമില്ല. ഒരു ഫാക്റ്റാണ്. വെറുതെ ഒരു വീട് അടച്ചിട്ടിരുന്നു കഴിഞ്ഞാലും എന്ത് സംഭവിക്കും? നമ്മൾ വീടൊക്കെ അടച്ചിട്ട് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിരിക്കും, എന്തൊക്കെ ആയിരിക്കും. പക്ഷേ എന്നാലും നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്ന് തിരിച്ചു നോക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും? അവിടെ എല്ലാം പൊടിയായിരിക്കും. നമ്മൾ എന്തൊക്കെ ഇത് എവിടെ നിന്ന് വന്നു? ഇതുപോലെയാ മിക്ക സമയത്തും നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോഴത്തേക്ക് ലോകത്തിൻ്റെ പൊടിപടലങ്ങൾ നമ്മിലേക്ക് കയറി നമ്മുടെ ഹാർട്ടിനെ അതിനെ പൊടി നിറച്ചതാക്കുന്നൊരു സ്റ്റേജ്. അപ്പോൾ ഒരു കഴുകൽ ആവശ്യമാണ്, ക്ലെൻസിങ് ആവശ്യമാണ്. നമ്മൾ ക്ലെൻസ്ഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വി ആർ സീയിങ് ഗോഡ്. നമ്മൾ ദൈവത്തെ കാണുന്നു, ദൈവത്തെ അറിയുന്നു. അപ്പോൾ ദൈവത്തെ അറിയണമെങ്കിൽ, ദൈവത്തെ കാണണമെങ്കിൽ, ദൈവികമായി ജീവിക്കണമെങ്കിൽ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ വളരെ ബേസിക്കായിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? എ ക്ലീൻ ഹാർട്ട്. എ ക്ലീൻ ഹാർട്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് അതിനു വേണ്ടിയുള്ള വലിയൊരു അഭിമാനിച്ചു കൊണ്ടാണ് ഈ ബൈബിൾ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് തലയെ കയറ്റി വെക്കാൻ വേണ്ടിയുള്ളൊരു സാധനമല്ല. നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാനാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ ബൈബിൾ ക്ലാസ്സുകളും. എന്തിനാ ദൈവവചനം നമ്മൾ പഠിക്കുന്നത്? നിൻ്റെ വചനം കൊണ്ട് അവരെ ശുദ്ധീകരിക്കണമേ, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിൻ്റെ വചനം സത്യമാകുന്നു, അല്ലേ? സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം. നമ്മളെ ക്ലെൻസ് ചെയ്യാനായിട്ട് ഈ ദൈവത്തിൻ്റെ വചനമേ പറ്റൂ, വേറെ ഒന്നുമല്ല. ഈ വചനമാണ് നമ്മളെ ക്ലെൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ക്ലെൻസിങ്ങിനുള്ള ഒരു മനസ്സോട് വേണം നമ്മൾ ഇവിടെ ഇരിക്കാൻ. അല്ലാതെ വേറെ കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ എഴുതിയെടുത്തോ, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അങ്ങനെ തലയിൽ മാത്രം കയറ്റി വെക്കാൻ വേണ്ടി അല്ല ഇത്. നമുക്കൊരു ക്ലെൻസിങ്ങിന്, നമുക്കൊരു ട്രാൻസ്ഫോർമേഷന്, ഒരു രൂപാന്തരീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ദൈവവചനം പഠിക്കുന്നത്. ഈ ബൈബിൾ ക്ലാസ്സും അതിനു വേണ്ടിയാണ്. ഏത് ബൈബിൾ ക്ലാസ്സും അതിനു വേണ്ടിയാണ്. വചനം പഠിക്കുന്ന എല്ലാം അതിനു വേണ്ടിയാണ്. എപ്പോഴും നമ്മൾ ക്ലെൻസ്ഡ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ദൈവത്തെ കാണുന്നുണ്ടോ? നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. ചുമ്മാ വെറുതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. നമ്മൾ ദൈവത്തെ യഥാർത്ഥത്തിൽ കാണുന്നുണ്ടോ? ദൈവത്തെ അറിയുന്നുണ്ടോ? ദൈവം എന്നെ അറിയുന്നുണ്ടെന്നുള്ള അറിവ് എനിക്കുണ്ടോ? ഞാൻ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുന്നുണ്ടോ? ഇതെല്ലാം നമ്മളോട് തന്നെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ദൈവത്തെ അറിയുക, ദൈവം നമ്മളെ അറിയുക. ഇതിനകത്ത് ആദ്യം സംഭവിക്കുന്നത് ദൈവത്തെ നമ്മൾ അറിയുന്നതല്ല, ദൈവം നമ്മളെ അറിയുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ പഠിക്കുന്നതും അത് തന്നെയാണ്. ദൈവം നമ്മളെ അറിയുന്നു. അമ്മ കുഞ്ഞിനെ അറിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞമ്മയെ അറിയുന്നത്, അല്ലാതെ കുഞ്ഞമ്മയെ ആദ്യം അറിയല്ല, അല്ലേ? അമ്മ കുഞ്ഞിനെ അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് കുഞ്ഞമ്മയെ അറിയുന്നത്. ദൈവത്തിൻ്റെ അറിവ് എന്നുള്ളതാണ്. അവൻ നമ്മളെ എല്ലാ ആസ്പെക്റ്റിലും അറിയുന്നു. ദൈവം എന്നെ അറിയുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ അറിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ നിലയിലും അറിയുന്നു. ഏത് നിലയിൽ പറഞ്ഞാലും, ഏത് രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാലും അതറിയുന്നത് മാറി നിന്നുള്ള ഒരു അറിവ് മാത്രമല്ല. എന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഐ എം ടോക്കിംഗ് അബൌട്ട് എവ്രി ബിലീവർ, എവ്രി ചൈൽഡ് ഓഫ് ഗാഡ്. നമുക്ക് പല അവസ്ഥകളിലൂടെ കടന്നു വന്നവരാണ് നമ്മളെല്ലാവരും. ദൈവികമായി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഗാഡ് ഈസ് അവർ മേക്കർ. ദൈവം നമ്മുടെ സൃഷ്ടാവാണ്, നമ്മുടെ ക്രിയേറ്ററാണ്. അപ്പോൾ സൃഷ്ടി എന്ന നിലയിൽ എനിക്ക് ദൈവത്തിന് എന്നെ അറിയാം, സൃഷ്ടി എന്ന നിലയിൽ അറിയാം. എന്നാൽ അവൻ സൃഷ്ടാവ് മാത്രമല്ല, അവനാണ് എന്നെ സസ്റ്റെയിൻ ചെയ്തത്, പ്രിസർവ് ചെയ്തത്. എന്നെ ഓരോ ദിവസങ്ങളിലും വഴി നടത്തിയതും എന്നെ എല്ലാ രീതിയിലും കൊണ്ടുവന്നതും എല്ലാം ആരാണ്? സൃഷ്ടിച്ചങ്ങ് വെറുതെ ഇട്ടേച്ച് പോകുമല്ലായിരുന്നല്ലോ, ആണോ? സൃഷ്ടിച്ച് നടത്തിയവനാണ് നമ്മുടെ ദൈവം. ഹീ ഈസ് അവർ മേക്കർ, അവർ ക്രിയേറ്റർ, അവർ പ്രിസർവർ. നമ്മളെ പ്രിസർവ് ചെയ്ത് നമ്മളെ ഓരോ സാഹചര്യങ്ങളും, നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങളിൽ, നമ്മൾ അറിഞ്ഞിട്ടൊന്നുമല്ല, നമ്മൾ അറിഞ്ഞില്ല. പക്ഷെ നമ്മൾ അറിയാഞ്ഞപ്പോഴും ദൈവം എന്ത് ചെയ്തു? നമ്മളെ സൂക്ഷിച്ചു, നമ്മളെ നടത്തി, നമ്മളെ വളർത്തി. നമ്മളെ വളർച്ച, നമ്മൾ ഇന്ന് എന്താണോ അതിൻ്റെ എല്ലാം അല്ലെങ്കിൽ നമ്മൾ ഇന്ന് എന്താണോ, ഇതൊന്നും നമ്മൾ തനിയെ ആയതൊന്നുമല്ല, ആണോ? നമ്മുടെ ഓരോ നിമിഷങ്ങളിലും ഓരോ ചലനങ്ങളിലും ദൈവം ഇടപെട്ട് നമ്മളെ ഇങ്ങനെ ആക്കിയതാണ്.
അപ്പോൾ അതുകൊണ്ട് ഹി നോസ് മീ ആസ് മൈ മേക്കർ ഓർ ക്രിയേറ്റർ, ഓൾസോ ഹി നോസ് മീ ആസ് മൈ പ്രിസർവർ. അങ്ങനെയും കർത്താവിന് എന്നെ അറിയാം. എന്നാൽ അതേപോലെ തന്നെ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഹി ഈസ് ഓൾസോ അവർ റിഡീമർ. നമ്മളുടെ വീണ്ടെടുപ്പുകാരനാണ് അവൻ. ഒരു വീണ്ടെടുപ്പ്, നമ്മൾ ഇതിനെക്കുറിച്ച് സമയം കിട്ടുന്ന നമുക്ക് പഠിക്കാം. പക്ഷേ ഞാനിതൊന്ന് പോയിന്റ്സ് മാത്രം പറഞ്ഞു പോവുകയാണ്. ഒരു വീണ്ടെടുപ്പുകാരൻ എന്ന നിലയിൽ എൻ്റെ ദൈവത്തെ എനിക്കറിയാം, ദൈവത്തിന് എന്നെ അറിയാം. സൃഷ്ടി എന്ന നിലയിൽ മാത്രമല്ല, ആസ് എ റിഡീമർ ഹി നോസ് മീ എന്ന് തന്നെയല്ല, വീണ്ടെടുത്തിട്ട് സൃഷ്ടിച്ചിട്ട് നമ്മളെ വെറുതെ വിടുകയല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, സൃഷ്ടിച്ചിട്ട് നമ്മളെ വളർത്തുകയായിരുന്നു. നമ്മൾ വഴിതെറ്റിപ്പോയപ്പോൾ നമ്മളെ വീണ്ടെടുത്തിട്ട് വെറുതെ വിടുകയല്ലായിരുന്നു, നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യുകയാണ്, നമ്മളെ വിശുദ്ധീകരിക്കുകയാണ്. അപ്പോൾ ഒരു സാങ്ക്ടിഫയർ എന്ന നിലയിലും എന്നെ അറിയാം. എന്നെ ഏത് രീതിയിൽ അവൻ അറിയാൻ വയ്യാത്തത്? ഇൻ എവറി ആസ്പെക്ട്, എല്ലാ രീതിയിലും ദൈവത്തിന് എന്നെ അറിയാം. എല്ലാ രീതിയിലും ദൈവത്തിന് എന്നെ അറിയാം എന്നുള്ളത് അറിയുന്നവർ അവരുടെ അവസ്ഥ അനുസരിച്ച് രണ്ട് രീതിയിലാണ്. ഒരു സിന്നർ, ഒരു പാപിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനോട് ദൈവം പറയാണ് ഞാൻ നിന്നെ അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവന് ഒരു വാർണിംഗ് ആണ്, ഞാൻ നിന്നെ അറിയുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് ഒരു എൻകറേജ്മെൻ്റാണ്. ഒരു പാപിക്ക് അതൊരു മുന്നറിയിപ്പാണെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു എൻകറേജ്മെൻറ്റാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിലും അറിയണം. അപ്പോൾ ദൈവം അറിയുന്നു എന്ന് പറയുമ്പോൾ ദൈവം അറിയുന്നു അല്ലേ, അയ്യോ എന്ന് പറയുന്നതും ദൈവം അറിയുന്നുണ്ട്, പ്രൈസ് ദ ലോർഡ് എന്ന് പറയുന്നത് രണ്ടാണ്. ഇത് ആരാണ് ഇത് മനസ്സിലാക്കുന്നതനുസരിച്ചാണ്. ഇഫ് യു ആർ എ സിന്നർ, അതിനെയും സഭയ്ക്കുള്ളിലുള്ള സിന്നറാണെങ്കിലും, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ആഫ്രിക്കയിൽ വെച്ച് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എവറിബഡി നോസ്, എല്ലാവർക്കും അറിയാവുന്നൊരു സത്യമുണ്ട്, എ സിന്നർ ഔട്ട്സൈഡ് ദ ചർച്ച് ഈസ് ഗോയിങ് ടു ഹെൽ. സഭയ്ക്ക് പുറത്തുള്ള ഒരു പാപി എങ്ങോട്ട് പോകുന്നു? നരകത്തിൽ പോകുന്നു. ഞാൻ ചോദിച്ചു, സഭയ്ക്ക് ഉള്ളിലുള്ള പാപിയോ? സഭയ്ക്ക് പുറത്തുള്ള പാപി നരകത്തിൽ പോകുന്നു നമുക്കറിയാം. സഭയ്ക്ക് ഉള്ളിലുള്ള പാപിയോ എങ്ങോട്ട് തന്നെ പോകും? നരകത്തിലൂടെ പോകത്തുള്ളൂ. അപ്പോൾ പാപി സഭയ്ക്ക് അകത്ത് വന്നാലും പുറത്തു പോയാലും പാപിയാണെങ്കിൽ അവൻ എങ്ങനെയായിരിക്കും? സഭയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സഭാഹോളിൽ നിന്ന് വെച്ചാൽ മതി, അല്ലാതെ സഭാഹോളിൽ വരുന്നത് കൊണ്ട് സഭയിലാണെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മൾ പലരും. സഭാഹോളിൽ വരുന്നവരെല്ലാം സഭയിലുള്ളവരെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇഫ് യു ആർ എ സിന്നർ, വെദർ യു ആർ എ ചർച്ചിയൻ ഓർ നോട്ട്. പലരും ചർച്ചിയൻസ് ആണ്, ക്രിസ്ത്യൻസ് അല്ല. ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രൈസ്റ്റ് ഇൻ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴാണ്, ക്രൈസ്റ്റ് ഇൻ ആണ് ക്രിസ്ത്യൻ, അല്ലെങ്കിൽ ചർച്ചിയനാണ്. പള്ളിക്കകത്ത് വരുന്നവർ, പള്ളിക്കകത്തോ ഹോളിനകത്തോ രണ്ടും വലിയ വ്യത്യാസമൊന്നും ഇപ്പം വന്നില്ലാതെ വന്നിരിക്കുക. പള്ളിയും ഹോളും, പള്ളി പോകുന്നതും ഹോളി വരുന്നതും അത് തമ്മിൽ നമ്മൾ വ്യത്യാസം കാണാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇഫ് യു ആർ എ സിന്നർ, വെദർ യു ആർ ഇൻസൈഡ് ദി ചർച്ച് ഹാൾ ഓർ ഔട്ട്സൈഡ് ദ ചർച്ച് ഹാൾ, രണ്ടു കൂട്ടത്തിലാണെങ്കിലും ദൈവം അറിയുന്നു എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു വാർണിംഗ് ആണ്, ഒരു പേടിപ്പിക്കുന്ന ഒരു അവസ്ഥയും കൂടെയാണ്. എന്നാൽ ഇഫ് യു ആർ ട്രൂലി എ ചൈൽഡ് ഓഫ് ഗാഡ്, എൻ്റെ ദൈവം എന്നെ അറിയുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഒരു എൻകറേജ്മെൻറ്റാണ്. അപ്പോൾ ദൈവത്തെ നമ്മൾ അറിയുന്ന അവസ്ഥ ഇവിടെ നമ്മൾ ഗലേഷ്യൻസിൽ വായിച്ചപ്പോൾ അവിടെ നമ്മൾ വായിച്ച ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ എന്ന് പറയുന്നതിൻ്റെ ടെൻസ് ഒരു ഡിഫറെൻറ്റ് ടെൻസാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം നിങ്ങളെ അറിഞ്ഞു എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ടെൻസ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ദൈവം നിങ്ങളെ അറിഞ്ഞുകൊണ്ടേയിരിക്കുക, അങ്ങനൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ട്രാൻസ്ലേഷനിൽ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് ഇതാണ്. എന്താ? ഇപ്പോഴോ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ വീണ്ടും നിങ്ങൾ
എന്തുകൊണ്ടാണ് പഴയ ആദിപാഠങ്ങളിലേക്ക് പോയതെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എടുക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത, ദൈവം നമ്മളെ അറിഞ്ഞു എന്നുള്ളത് പാസ്റ്റ് ടെൻസിലല്ല, എന്നെങ്കിലും ഒരു ദിവസം സംഭവിച്ചൊരു കാര്യമല്ല. പ്രത്യുത ദൈവം എന്ത് ചെയ്യുന്നു? അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവൻ എന്നെ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അവൻ എന്നെ അറിയാം, അവൻ എന്നെ സൃഷ്ടാവെന്ന നിലയിൽ അവൻ എന്നെ അറിയുന്നുണ്ട്, മേക്കർ എന്നുള്ള നിലയിൽ അറിയുന്നുണ്ട്. അത്രയൊക്കെ ഉള്ളൂ ഒരു അല്ലെങ്കിൽ ഒരു ദൈവപൈതലല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള അറിവ്. പലപ്പോഴും ദൈവത്തെ സൃഷ്ടാവായിട്ട് മനസ്സിലാക്കുന്ന അനേകർ പുറത്തുണ്ട്. അവർ മാക്സിമം പറയും, യെസ് ഗോഡ് നോസ് മീ, ദൈവത്തിന് എന്നെ അറിയാം. പക്ഷേ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവനറിയാം, അവൻ അറിയാമെന്ന് മാത്രമല്ല, അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവൻ എല്ലായ്പ്പോഴും, അവന് നേരത്തെ അറിയാം, ഇപ്പോഴും അറിയാം, അവൻ എന്നും എന്നെ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ദൈവം നമ്മളെ അറിഞ്ഞു, ഞാൻ അവനെ അറിയുന്നു. അതാണ് റിലേഷൻ എന്ന് പറയുന്നത്. റിലേഷൻ ഉള്ളപ്പോഴാണ്, ഇപ്പം നമുക്ക് ഡിസ്ട്രിക്ട് കളക്ടറെ അറിയാമെന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. കാര്യം ഡിസ്ട്രിക്ട് കളക്ടറുമായിട്ട് എനിക്ക് റിലേഷൻ ഇല്ലെങ്കിൽ പ്രയോജനമൊന്നുമില്ലല്ലോ. ഇല്ല, ഡിസ്ട്രിക്ട് കളക്ടർക്ക് ഇപ്പം എന്നെ അറിയാവുന്നങ്ങ് വെച്ചോ. ഇപ്പം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രസിഡന്റിനെ എല്ലാവർക്കും അറിയാം, പക്ഷേ പ്രസിഡന്റ് എല്ലാവരെയും അറിയത്തില്ല. ഇനി അങ്ങനെ കുറച്ച് അറിയാമെന്നങ്ങ് വെച്ചു ഒരു പേഴ്സണലി. അപ്പോൾ ആ റിലേഷൻ ഇല്ലെങ്കിൽ അറിയാമെന്ന് പറഞ്ഞതുകൊണ്ട് എന്താ ഗുണം? റിലേഷൻ ഇല്ലെങ്കിൽ അറിയാമെന്ന് പറഞ്ഞതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ഒന്നുമില്ല. എന്നെ കണ്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ എൻ്റെ പേരും അറിയാമായിരിക്കും. ഇപ്പം ഈ കാലത്ത് നമുക്ക് വേണമെങ്കിൽ എൻ്റെ പേര് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഈസി. നമുക്ക് എന്നാണ് എല്ലാ ഇൻഫർമേഷനും, നമുക്ക് എന്നെക്കുറിച്ചുള്ള സകല ഇൻഫർമേഷനും ഇവിടുത്തെ ഇന്ത്യൻ പ്രസിഡന്റിനോ ഏത് പോലീസുകാരനോ എന്നെക്കുറിച്ചുള്ള സകല ഇൻഫർമേഷനും എടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഐ നോ. പക്ഷേ ആ ഐ നോ എന്ന് പറയുന്നതിനകത്ത് എന്തില്ല? റിലേഷനില്ല, ബന്ധമില്ല. പക്ഷെ ഇവിടെ പോൾ പറയുന്നത് അങ്ങനെ ബന്ധമില്ലാത്ത ഒരു സ്റ്റേജ് അല്ല. 6-ാമത്തെ വാക്യം, ഗലാത്യലേഖനം 4-ാം അധ്യായത്തിൻ്റെ തന്നെ 6-ാമത്തെ വാക്യം, നിങ്ങൾ മക്കളാകൊണ്ട് അബാപിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. നിങ്ങൾ മക്കൾ. അപ്പോൾ മക്കൾ എന്ന നിലയിൽ ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്ക്, ദൈവം എന്നെ കാണുന്നത് എന്താ, ആരായിട്ടാണ്? ഗോഡ് സീ മീ ആസ് ഹിസ് ഓൺ ചൈൽഡ്. അവൻ്റെ മകനായിട്ടാണ് അവൻ എന്നെ കാണുന്നത് എന്നുള്ളത്. 4-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്, അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ആ മക്കളാകാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ്. ദൈവം തൻ്റെ പുത്രനെ അയച്ചത്, ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് നമ്മളെ എല്ലാം പുത്രന്മാരാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ദൈവം എന്തിന് യേശുവിനെ അയച്ചോ ആ ലക്ഷ്യം നിർവഹിക്കപ്പെടണമെങ്കിൽ ഞാൻ ദൈവത്തെ പിതാവായിട്ട് അറിയുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോഴേ യേശുക്രിസ്തു ഭൂമി വന്നതിൻ്റെ ഗുണമുണ്ടാകത്തുള്ളൂ. പലപ്പോഴും ഈ പുത്രത്വം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് ഇതെല്ലാം തലയിലിരിക്കുന്ന, ഇപ്പം തലയിൽ ചോദിച്ചാൽ അറിയാവുന്നതല്ല. ഞാൻ പറഞ്ഞത്, ഡു വി ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്? പിതാവായിട്ട്, ദൈവത്തെ പിതാവായിട്ട് മനസ്സിലാക്കി, തലയിലല്ല. എൻ്റെ മക്കൾക്ക് എന്നെ കാണുമ്പോൾ, വെൻ മൈ ചിൽഡ്രൻ സീ മീ, അല്ലാത്തപ്പോഴും അവർക്ക് എന്തറിയാം? ഞാൻ അപ്പനാണെന്നുള്ളത് അവർക്ക് അറിയാം. പക്ഷെ കാണുമ്പോഴത്തേക്ക് തലയിലിരിക്കുന്നത് അങ്ങ് മാറുകയാണ്. ദേ ആർ കമ്മിങ് ടു മീ ആൻഡ് ഹഗിങ് മീ ഓർ എന്തൊക്കെ ചെയ്യാം, അതെല്ലാം അവർക്ക് അതെന്തുകൊണ്ടാണ്? അത് ഈ വന്ന ആൾ എൻ്റെ അപ്പനല്ലേ, എന്നാൽ പിന്നെ പുള്ളിക്ക് ഒരു ഉമ്മ കൊടുത്തേക്കാം എന്ന് വെച്ച് വല്ലതും ആണോ? അല്ല. ആണോ? അല്ലെങ്കിൽ അമ്മ പറയാ, എടി അങ്ങോട്ട് ചെന്ന് അപ്പനൊരു ഉമ്മ കൊടുത്തേടി എന്ന് പറയുമ്പോഴാണോ വരികയാണെങ്കിൽ? അല്ലെങ്കിൽ നിനക്കറിയത്തില്ലയോ അത് അപ്പനാണെന്ന് അറിയത്തില്ലയോ എന്ന് ചോദിക്കേണ്ട ഒരു ഗതികളുണ്ടാകുകയാണെങ്കിൽ, അങ്ങനെ തലയിൽ കയറ്റിയിട്ട് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടാകുന്നതല്ല. എൻ്റെ ജീവിതം മുഴുവൻ പിതാവെന്ന നിലയിൽ ദൈവത്തെ തിരിച്ചറിയുമ്പോഴാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നതിൻ്റെ ഫലമുണ്ടാകുന്നത്. കാരണം എന്തിനു വേണ്ടിയാണ്?
കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന, ഇതിനൊന്നും ഹീബ്രുവും ഗ്രീക്കും ഒന്നും പഠിച്ചില്ലെങ്കിലും മലയാളം വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് ഇവിടെ. എന്തിനാണ് നിയോഗിച്ചയച്ചത്? എന്തിനാണ് ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് നിയോഗിച്ചയച്ചത്? അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. പ്രിയമുള്ളവരെ, ദൈവവും നമ്മളുമായിട്ട് പിതൃപുത്ര ബന്ധത്തിലേക്ക്, ആ ഒരു ബോധ്യത്തിലേക്ക് പിതൃപുത്ര ബന്ധം ഉണ്ടായാൽ മാത്രം പോരാ, പലപ്പോഴും നമുക്കൊക്കെ തലയിൽ അറിയാം നമ്മൾ ദൈവമക്കളാണെന്നുള്ളത്. പക്ഷെ അതിൻ്റെ വാക്യം എത്രാമത്തെ വാക്യമാണെന്നേ നമുക്കറിയത്തുള്ളൂ. വാക്യം വെച്ച് തലയിലിരിക്കുന്ന ഒരു കാര്യമല്ല റിലേഷൻ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. they will enjoy God. അവർ ദൈവത്തെ അനുഭവിക്കും. പിതാവെന്ന നിലയിൽ കർത്താവിനെ ഞാൻ അനുഭവിക്കും. കാര്യം അതിനു വേണ്ടിയാ. ഇത് ഞാൻ അറിഞ്ഞില്ലെങ്കിൽ, ഇത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ, ഈ റിലേഷനിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ, യേശുവിനെ ഭൂമിയിലേക്ക് ദൈവം നിയോഗിച്ചയച്ചതിൻ്റെ ഗുണം ഉണ്ടാകാതെ പോവുകയാണ്. അപ്പം അതുകൊണ്ട് സകല വിശ്വാസികളും സകല ദൈവമക്കളെ നമ്മൾ തലയിലല്ല, ഇൻക്ലൂഡിങ് അവർ ചിൽഡ്രൻ ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുന്നത് എനിക്ക് ഭയങ്കര കൺസേൺ. ഇപ്പം വന്ന് ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തെക്കുറിച്ച്, കാര്യം ഇവരുടെ കാര്യം നമ്മൾ തിരക്കിയില്ലെങ്കിൽ ഒരു 10 കൊല്ലം കൂടെ കഴിഞ്ഞാൽ ഈ സഭയൊക്കെ കാണുമോ? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇംഗ്ലണ്ടിലൊക്കെ സംഭവിക്കുന്ന കാര്യം, കുറേ കളവന്മാരും കളവിമാരും ഇരിപ്പുണ്ട് സഭയ്ക്കകത്ത്. 1000-2000 പേർക്ക് ഇരിക്കാവുന്ന വലിയ കത്തീഡ്രലുകളുണ്ട്. പക്ഷേ ആരാധനയ്ക്ക് വരുന്നത് 25 പേര് അല്ലെങ്കിൽ 20 പേര്. അതിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാകാറായി എവിടെയെങ്കിലും കുഴിച്ചിടണമല്ലോ എന്ന് വെച്ചുകൊണ്ട് വന്നിരിക്കുന്നെന്നുള്ളതേ ഉള്ളൂ. മക്കളെ ഒന്നും അവിടെ കിട്ടാനൊന്നുമില്ല. എന്തുകൊണ്ടാണ്? മറ്റൊന്നുമല്ല, കുഞ്ഞുങ്ങൾക്ക് ഇതവർ പകർന്നു കൊടുത്തില്ല. അത് നമ്മുടെ സഭയ്ക്ക് പറ്റരുത്, നമ്മുടെ സഭയ്ക്ക് പറ്റാതിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങളുടെ കാര്യം എടുത്തങ്ങ് പറയുന്നത്. ആഫ്രിക്കയിലാണെങ്കിലും ഞാൻ വളരെ കുഞ്ഞുങ്ങളുടെ മിനിസ്ട്രിയിൽ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഈവൻ വി ഹാവ് നമുക്കൊരു മിഷണറി തന്നെ ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ഞാനൊരു ആളെ നാട്ടിൽ നിന്ന് അവിടെ മിഷണറി ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ബിക്കോസ് ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ഇങ്ങനെ ചിൽഡ്രൻ മിനിസ്ട്രി മറ്റുള്ള കാര്യങ്ങളും. കാര്യം പിള്ളേർക്ക് 4 പാട്ട് കേട്ടുകൊണ്ടൊന്നും ഈ പിള്ളേർ നാളെ നിൽക്കത്തൊന്നുമില്ല. അവർക്ക് പാട്ട് ഡിസ്കോ ക്ലബിലും കിട്ടും. മനസ്സിലാക്കണം. പ്രായമുള്ളവർക്ക് സഭ വരുമ്പോഴായിരിക്കും ആകെപ്പാടെ കീബോർഡും പാട്ടും ഒക്കെ ഉള്ളത് പ്രായമുള്ളവർക്ക്. പക്ഷേ പിള്ളേർക്ക് സഭയെ വന്നില്ലെങ്കിലും അവന് വേറെയും പുറത്തും എന്തുണ്ട്, ഈ പാട്ടും കൂത്തും ഒക്കെ ഉണ്ട്. അവനവിടെ പോകും. അവിടെ പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ വിശ്വാസവും നമ്മളുടെ ബോധ്യങ്ങളും പകർന്നു കൊടുക്കണം. ദൈവത്തെ പിതാവായിട്ട് അവൻ അനുഭവിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അനുഭവിക്കണം പിതാവായിട്ട്. ഇല്ലെങ്കിൽ കർത്താവ് ഭൂമിയിൽ വന്നതിൻ്റെ ഫലം ഇവനിൽ ഉണ്ടാകാതെ പോകുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളിൽ യേശുവിനെ ദൈവം ഭൂമിയിലേക്ക് നിയോഗിച്ചയച്ചത് നമ്മൾ പുത്രത്വം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണെന്ന് പൗലോസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഇല്ലേ? ഇത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കർത്താവ് ഭൂമിയിൽ വന്നതിൻ്റെ ഫലം നമ്മളിലില്ലാതെ പോകുകയാണ്. ഫലമില്ലാതെ പോകുകയല്ല, നമ്മളിലില്ലാതെ പോകുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളിലില്ലാതെ പോകുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ പലപ്പോഴും നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ് ആത്മീക കാര്യങ്ങളിൽ. മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഇഗ്നോർ ചെയ്യുന്നില്ല. മറ്റുള്ള കാര്യങ്ങളിലെന്തോ ആവശ്യമില്ലാതെ തീരുകയാനും നമുക്ക് മടിയില്ല. ചെറിയ പ്രായം തൊട്ട് നമ്മൾ പറയുന്നതെന്നറിയാമോ, അവന് വിശപ്പില്ല. എങ്ങനെ വിശക്കുന്നത്? വിശക്കാൻ അവസരം 2 മണിക്കൂർ കൂടുമ്പോൾ വായിലോട്ട് ആഹാരം കുത്തി കയറ്റി കഴിഞ്ഞാൽ പിന്നെ അവനെങ്ങനെ വിശക്കുന്നത്? പിള്ളേരെ, ചെറിയ പിള്ളേരെ മുഴുവൻ തീറ്റിക്കണം, കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ പഠിപ്പിക്കണം. ഈ 2 കാര്യമല്ലാതെ വേറെ എന്തോന്നാണ് നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ മുഴുവൻ സമയവും പിന്നെ അവന് വേണ്ടി അല്ലയോ ഞാനീ കഷ്ടപ്പെടുന്നത്? ഇതാ തള്ളമാരുടെ എല്ലാം പുറത്തു, അവന് വേണ്ടി അല്ലയോ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വന്ന് നരകത്തിൽ പോയ എന്തോ ഗുണം? അത് നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളവനെ ഉള്ളതെല്ലാം കൂടെ ജങ്ക് ഫുഡെല്ലാം കൂടെ തീറ്റിച്ചു, തലയിലെല്ലാം കൂടെ കുറേ ബുദ്ധി അങ്ങ് കയറ്റി വെച്ചു എന്ന് വെച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നരകത്തിൽ പോയാൽ എന്താ ഗുണം?
അവനൊരു റിലേഷൻ ഉണ്ടോ യേശുവായിട്ട്? ഈ പുത്രത്വം എന്നാന്ന് പോലും അവനറിയാമോ? നിങ്ങൾക്കറിയാമോന്ന് ആദ്യത്തെ ചോദ്യം. ഐ ആം നോട്ട് ജോക്കിങ്. ഇതിപ്പോൾ ഇങ്ങനെ ചോദിക്കേണ്ട ഒരു ഗതികേടാ. പണ്ടൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. കാര്യം ഇന്നിപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ ഈ പുത്രത്വത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത ആളുകളുടെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുക. വിശ്വാസികളിൽ തന്നെ ഞാൻ യേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പൈതലാണ് എന്ന് പറഞ്ഞാൽ പിതൃപുത്ര ബന്ധം അനുഭവിക്കുന്ന ആളുകളുടെ നമ്പർ സഭയെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തുവിനെ ദൈവം ഭൂമിയിലേക്ക് നിയോഗിച്ചയച്ചത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ പുത്രത്വം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. ആ ബന്ധം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് നമ്മളിൽ വ്യർത്ഥമായിരിക്കുകയാണ്. അത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ കുറേ നാൾ കഴിഞ്ഞാൽ നമ്മുടെ സഭയൊന്നും കാണത്തില്ല. പ്രിയമുള്ളവരെ, എങ്ങനെ കാണും? അവർക്ക് വേറെ എന്താ നമ്മൾ കൊടുക്കുന്നത്? അവർക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ ചർച്ചിൽ അവർക്ക് എന്താ വേറെ? ഈ ഒരു ബന്ധം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ കാര്യം പെർഫോമൻസ് കൊണ്ടൊന്നും ഈ പിള്ളേരെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. റിലേഷൻ ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ പിള്ളേരെ അടുത്ത തലമുറയെ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. കാര്യം നമ്മളിന്ന് കുറച്ച് പെർഫോം ചെയ്തിട്ടായിരിക്കും ഇതെല്ലാം. പാട്ട് പെർഫോം ചെയ്യുന്നു, പ്രസംഗം പെർഫോം ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഈ പലപ്പോഴും പെർഫോമൻസിൻ്റെ ഒരു തലത്തിലേക്ക് വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത്, ഇതിനേക്കാൾ നന്നായിട്ട് ലോകത്തിൽ അവർക്ക് അവരെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് റീസണബിളായിട്ട് റാഷണലായിട്ട് തോന്നുന്ന പല പെർഫോമൻസും അവർക്കുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? റിലേഷനിലേക്ക്, ദൈവവുമായിട്ടുള്ള റിലേഷനിലേക്ക് വളർത്തണം, റിലേഷൻ ഉണ്ടാക്കണം. അങ്ങനെ റിലേഷനിൽ അപ്പോഴാണ് കർത്താവിൻ്റെ വരവ് നമ്മുടെ ജീവിതത്തിൽ ഫലവത്താകുന്നത്. അല്ലെ അത് ഫ്രൂട്ട്ഫുൾ അല്ലാതായി പോകുന്നു. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. എന്നിട്ട് പറയാണ്, നിങ്ങൾ മക്കളാകൊണ്ട് അപപിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. എന്തോ റിലേഷനാണെന്ന് നോക്കിക്കേ. നിങ്ങൾ മക്കളാകൊണ്ട് അപ്പച്ചാ എന്ന് വിളിക്കുന്ന, ഡാഡി എന്ന് വിളിക്കുന്ന ഒരു എപ്പോഴും ഹൃദയത്തിൽ, അതവിടെ എഴുതിയിരിക്കുന്ന വാക്കിൻ്റെ പ്രത്യേകത ഏതാണ്? നിങ്ങൾ മക്കളാകൊണ്ട് അബപിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഓരോ നിമിഷങ്ങളിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തോട് അപ്പാ എന്ന് വിളിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇത് തലയിലിരിക്കുന്ന കാര്യമല്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം അനുസരിച്ച് ഞാനൊരു ദൈവപൈതലാണ്, കാര്യം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു, അതുകൊണ്ട് ഞാൻ ഒരു ദൈവപൈതലാണ് എന്ന് പറയുന്നതല്ലിത്. അത് സത്യമാണ്, അത് പക്ഷെ ബ്രെയിനിലാണ് കയറുന്നത്, തലയില. ഇതല്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും ഒരു വിളി, അപ്പ, എൻ്റെ അപ്പച്ച. ഓരോ നിമിഷങ്ങളിലും ദൈവത്തെ പിതാവായി തിരിച്ചറിഞ്ഞുകൊണ്ട്, ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുന്ന ഹൃദയത്തിൻ്റെ ഉള്ളിലങ്ങ് കിടക്കുകയാണ്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ, എൻ്റെ പ്രിയമുള്ളവരെ, മലയാളത്തിൽ ഇതൊന്ന് വായിര്, എന്നിട്ട് പറ, അങ്ങനൊരു ഒരു നിലവിളിക്കുന്ന ഹൃദയം. നിലവിളിക്കുന്ന പറഞ്ഞാൽ കരയുന്ന എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ്? എ ഹാർട്ട് ദാറ്റ് ക്രൈസ് ആബാ ഫാദർ. ഡു വി ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എ ഹാർട്ട്? നമുക്ക് അങ്ങനൊരു ഹൃദയം ഉണ്ടോ? അങ്ങനൊരു ഹൃദയം ഉണ്ടാകുമ്പോഴാണ് ദൈവത്തെ കാണുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എങ്ങനെ? I have a heart that cries, Abba Father. എപ്പോഴും ഹൃദയത്തിൽ അബ എന്ന് കർത്താവിനെ വിളിക്കാൻ കഴിയുന്ന, വിളിച്ചുകൊണ്ടിരിക്കുന്ന
എപ്പോഴും. എൻ്റെ ഇടവേളകളിൽ പോലും, എൻ്റെ രാത്രിയാമങ്ങളിൽ പോലും, എൻ്റെ പകലത്തെ പണിക്കിടയ്ക്കും, എത്ര വലിയ അധ്വാനത്തിനിടയ്ക്കും ദൈവത്തെ ഹബ എന്ന് വിളിക്കുന്ന ഒരു കരയുന്ന ഹൃദയം എനിക്കുണ്ടെങ്കിലേ ആ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമ്മൾ പ്രാപിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ റുട്ടീൻ അനുസരിച്ച് എപ്പോഴെങ്കിലും നമ്മൾ അങ്ങനെയാ നമ്മൾ, പിന്നെ ദൈവം നമ്മുടെ പിതാവല്ല, അല്ലാതെ പിന്നെ ആരാ എന്ന് ചോദിക്കുന്നതല്ല. സ്വപുത്രൻ്റെ ആത്മാവിനെ, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം സ്പിരിറ്റ് ഓഫ് ഹിസ് സൺ, അവൻ്റെ ആത്മാവിനെ, ഇച്ചിരി കട്ടിയുള്ളൊരു കാര്യമാണ്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ യേശു പിതാവിനെ എങ്ങനെ വിളിക്കുമോ അതേപോലെ വിളിക്കുന്ന ആത്മാവിനെ, സ്വപുത്രൻ്റെ ആത്മാവിനെ എന്ന് പറയുമ്പോഴത്തേക്ക് അതാ ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. യേശു പിതാവേ എന്ന് ദൈവത്തെ വിളിച്ചതുപോലെ ഒരു ദിവസം എനിക്കൊന്ന് വിളിക്കാൻ പറ്റിയിട്ടുണ്ടോ? ബാക്കിയുള്ളതൊക്കെ ഒന്ന് മറന്നിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. Do we have this kind of a spirit within us? The spirit of his son. അവിടെ ഇരിക്കുന്ന വാക്കതാണ്. And because you are sons, God has sent forth the spirit of his son into your hearts, crying, Abba Father. യേശു പിതാവിനെ വിളിച്ചത് അത് നമുക്കറിയാം. He was in constant relation with his father. എന്തെങ്കിലും ആവശ്യം വന്നപ്പോൾ വിളിച്ചതല്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാൻ നേരം എന്നാൽ പിന്നെ പിതാവെ നിന്ന് വിളിച്ചു കളയാം എന്ന് വെച്ച് വിളിച്ചതല്ല. ആവശ്യത്തിൻ്റെ സമയത്ത് മാത്രമല്ല യേശു പിതാവിനെ വിളിച്ചത്. അവനെന്നും, നമ്മൾ വേദപുസ്തകത്തിൽ യേശുവിൻ്റെ മുഴുവൻ ചരിത്രവും നാൾ വഴിയും രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ, പക്ഷേ നമുക്ക് ആവശ്യമുള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട്. രേഖപ്പെടുത്തിയപ്പോൾ ആദ്യം തന്നെ അവൻ സംസാരിക്കുന്ന, യേശു ഒരു വാക്കുച്ചരിക്കുന്നത് നമ്മൾ ആദ്യം എപ്പോഴാണ് കാണുന്നത്? യേശു ജനിച്ചപ്പോഴൊന്നും യേശു ഉച്ചരിക്കുന്ന വാക്കുകളൊന്നും നമ്മൾ കേൾക്കുന്നില്ല. എപ്പോഴാണ് യേശു ഉച്ചരിക്കുന്നത്, ഒരു വാക്കുച്ചരിക്കുന്നത്? 12ാമത്തെ വയസ്സിൽ അവൻ ദേവാലയത്തിൽ അവിടുത്തെ ശാസ്ത്രിമാരോട് തർക്കിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ അവനെ, നമുക്കറിയാം, സ്റ്റോറി അറിയാം. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ മാതാപിതാക്കൾ ചോദിച്ചു, നീ എന്താ ഞങ്ങളോട് കാണിച്ചത്? അവൻ ചോദിക്കുന്ന ചോക്ക്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇരിക്കേണ്ടതല്ലയോ? യേശുവിൻ്റെ വായിൽ നിന്ന് വന്ന ആദ്യത്തെ വാക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് പിതാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ആ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ അവൻ തന്നിരിക്കുന്നത്. അവൻ പിതാവിനെ എങ്ങനെ അനുസരിച്ചോ, അവൻ പിതാവിനെ എങ്ങനെ വിളിച്ചോ, അവൻ പിതാവിനെ എങ്ങനെ അനുഭവിച്ചോ, അതുപോലെ ഞാൻ ദൈവത്തെ അനുഭവിക്കണം. അതിനാ അവനെ ഇങ്ങോട്ട് അയച്ചത്. ഒരിക്കൽ ന്യായപ്രമാണത്തിൻ്റെ കീഴിലായിരുന്നു. അതൊക്കെ പോട്ടെ, ഞാൻ അതിനെക്കുറിച്ച് വിശദമാക്കി പറയാൻ, അതല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. എന്തിനാ അവൻ ഭൂമിയിലേക്ക് വന്നെന്ന് ചോദിച്ചാൽ, അവന് പിതാവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണോ അതേപോലൊരു ബന്ധം എനിക്ക് ദൈവപിതാവുമായിട്ടുണ്ടാക്കി തരേണ്ടതിന് വേണ്ടിയാണ് സ്വർഗത്തിൽ നിന്ന് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. വാസ്തവം പറഞ്ഞാൽ എന്തോരും വലിയ ഒരു റെവലേഷനാണ് പോൾ ഇവിടെ പറയുന്നത്. യേശുവിന് പിതാവിനോടുണ്ടായിരുന്ന അതേ ബന്ധം എനിക്ക് ദൈവവുമായിട്ടുണ്ടാക്കി തരേണ്ടതിന് വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തത്? ഭൂമിയിലേക്ക് സ്വന്തം പുത്രനെ അയച്ചത്. എന്നിട്ട് എന്ത് ചെയ്തു? നമുക്ക് പുത്രത്വം തന്നിട്ട് നിങ്ങൾ മക്കളാക്കി കഴിഞ്ഞപ്പോൾ അതേ റിലേഷൻ, അതേ ബന്ധം, അതേ ഊഷ്മളത, അതേ സ്നേഹം, അതേ കരുതൽ
ദൈവപിതാവുമായിട്ട് എനിക്കുണ്ടാകേണ്ടതിന് ആ പുത്രൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിലേക്ക് തന്നെന്ന്. എത്ര അത്ഭുതകരമായിരിക്കുന്നല്ലേ പ്രിയമുള്ളവരെ. ഇത് നമ്മൾ അനുഭവിച്ചില്ലെങ്കിൽ എന്ത് കഷ്ടമാണ്. 1000 കോടി ലോട്ടറി അടിച്ചാൽ ഇത് കിട്ടുമോ? ഇല്ല. What else in the world can give this kind of joy of your sonship? നിങ്ങളുടെ പുത്രത്വത്തിൻ്റെ സന്തോഷം ലോകത്തിൽ എന്തിന് നിങ്ങൾക്ക് തരാൻ കഴിയും? ഇത് സൗജന്യമായിട്ട് കർത്താവ് നമുക്ക് തന്നിട്ട് ഇത് അനുഭവിക്കാതിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. അവൻ സ്വന്തം പുത്രൻ്റെ ആത്മാവിനെ എനിക്ക് തന്നിരിക്കുക. And he is asking, you can now call him Abba Father. ശിഷ്യന്മാരോട് പറയുകയാണെങ്കിൽ, നീ കേട്ടിട്ടില്ലേ ഞാൻ എൻ്റെ പിതാവിനെ വിളിക്കുന്നത്? എത്ര ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. എടാ, അതേ ബന്ധത്തിൽ നിന്നെ വളർത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ആൻഡ് ഐ എം ഗിവിങ് മൈ ഓൺ സ്പിരിറ്റ്. സ്വന്തം പുത്രൻ്റെ ആത്മാവിനെ തന്നിരിക്കുകയാണ്. എങ്ങനെ യേശു പിതാവിനെ വിളിച്ചോ, എങ്ങനെ പിതാവുമായിട്ട് യേശു ബന്ധപ്പെട്ടിരുന്നോ, അതുപോലെയുള്ള ബന്ധത്തിൽ അനുദിനം ജീവിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, യേശുവും പിതാവും തമ്മിലുള്ള ബന്ധം ഇടയ്ക്കിടയ്ക്കുണ്ടായ ബന്ധമൊന്നുമല്ല. ആവശ്യത്തിൻ്റെ സമയത്ത് അപ്പച്ചാ വല്ലോം തരണമെന്ന് പറയുന്ന ബന്ധമല്ല. അബ ഫാദർ എന്ന് കരയുന്ന, അതുകൊണ്ട് അബ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനാണ്. ദൈവഹിതത്താൽ അവകാശം വന്നു. നമ്മൾ അത് അങ്ങ് ഉറപ്പിക്കുകയാണ്. പോൾ പറയുക, നിങ്ങൾ ആ പുത്രത്വം ഒന്ന് തിരിച്ചറിയുക. ഓഫ് കോഴ്സ് ഐ എം എ സെർവൻ്റ് ഓഫ് ഗാഡ്. ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ആ ദാസ്യത്വത്തിൻ്റെ ആത്മാവല്ല എന്നിൽ കർത്താവ് പകർന്നു തന്നിരിക്കുന്നത്. വി ആർ സെർവൻസ് ഓഫ് ഗാഡ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ദാസൻ. അവൻ യജമാനനാണെങ്കിൽ, യേശു കർത്താവാണെങ്കിൽ ഞാൻ അവൻ്റെ ദാസനാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ദാസനാണെന്ന് പറയുമ്പോൾ, ദാസനാകുമ്പോൾ തന്നെ ഞാൻ പുത്രനാണ്. എനിക്കൊരു ഫാക്ടറി ഉണ്ടെങ്കിൽ എൻ്റെ ഫാക്ടറിയിൽ എൻ്റെ മോൻ വർക്ക് ചെയ്താൽ അവൻ എൻ്റെ ജോലിക്കാരനുമാണ്, എൻ്റെ മകനുമാണ്. രാവിലെ 8 തൊട്ട് 5 വരെ അവൻ ജോലിക്കാരനായിരിക്കും. പക്ഷേ 8 മണി കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ജോലിക്കാരനല്ല, ഈസ് മൈ സൺ. അവിടെ ഇരിക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ അവൻ ജോലിക്കാരനാണെന്നുള്ള ചിന്തയില്ല. അവൻ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും, അവൻ അനുസരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അവനറിയാം എൻ്റെ അപ്പച്ചൻ, എൻ്റെ പാപ്പ. സോ വി ആർ ഹിസ് ചിൽഡ്രൻ. ആ ബന്ധമാണ്, ദാസ്യാനുഭവമല്ല, ആ ബന്ധമാണ് നമുക്ക് പുത്രനെങ്കിൽ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. അന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു അജ്ഞതയുടെ കാലം ഉണ്ടായിരുന്നു. ആ അജ്ഞതയുടെ കാലത്ത് ആ തിരിച്ചറിവുണ്ടാകുന്നതിന് മുമ്പ് നമ്മളൊരു പക്ഷേ അടിമപ്പെട്ടിരുന്നതായ പല കാര്യങ്ങളുണ്ടായിരുന്നിരിക്കാം. ഒരു പക്ഷേ ലോകത്തിന്, പാരമ്പര്യത്തിന് ഒക്കെ അടിമപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരിക്കാം. പക്ഷേ പുത്രത്വം എന്നുള്ള യാഥാർത്ഥ്യം ഒരു സ്പാർക്ക് പോലെ എൻ്റെ ഹൃദയത്തിൽ വന്നു വീണ് ആ പുത്രത്വത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയങ്ങളിൽ പകരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് ദാസ്യാനുഭവമല്ല. ഞാൻ പിതാവ് പറയുന്നതെല്ലാം അനുസരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അനുസരിക്കുന്നത് ദാസനായിട്ടല്ല അനുസരിക്കുന്നത്, മകനായിട്ടാണ് അനുസരിക്കുന്നത്. അനുസരണം 2 പേർക്കുമുണ്ട്. ദാസനും അനുസരിക്കും, മകനും അനുസരിക്കും. പക്ഷെ 2 പേരും 2 മനോഭാവത്തോടു കൂടെയാണ് അനുസരിക്കുന്നത്. ദാസൻ അനുസരിക്കുന്നത് ഒരുപക്ഷെ പേടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ പ്രതിഫലം ഇച്ഛിച്ചിട്ടായിരിക്കും. പക്ഷെ മകൻ അനുസരിക്കുന്നത് പേടിച്ചിട്ടോ പ്രതിഫലം ഇച്ഛിച്ചിട്ടോ അല്ല. അവനത് അപ്പനോടുള്ള സ്നേഹത്തിൻ്റെ പ്രകാശനമായിട്ടാണ് അനുസരിക്കുന്നത്. അതുള്ള യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, അവിടെ സ്നേഹമാണ്. ബിക്കോസ് യു ആർ ചിൽഡ്രൻ, യു ആർ മൈ സൺ. ഈ പുത്രത്വത്തിൻ്റെ ആ നിലയിൽ മനസ്സിലാക്കാനായിട്ട്, അതറിയാൻ വയ്യാത്ത സമയത്ത്, അന്ന് നിങ്ങൾ അജ്ഞതയുടെ കാലത്ത് സ്വഭാവങ്ങളാൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. അത് പഴയ കാലമാണ്. പക്ഷേ
ഇന്ന് നമ്മൾ പാരമ്പര്യത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ, ഇവിടെ പറയുന്നത് സ്പീക്സ് അബൌട്ട് ജൂയിഷ് പശ്ചാത്തലം, നിങ്ങൾക്ക് അതിൻ്റെ പശ്ചാത്തലം അറിയാം, അതല്ല ഇവിടുത്തെ വിഷയം. അതിലോട്ടൊന്നും കടക്കുന്നില്ല, അത് വലിയൊരു സബ്ജക്റ്റാണ്. ന്യായപ്രമാണത്തിൻ്റെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതൊന്നും പറയാനല്ല ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബൈബിൾ ക്ലാസ്സിൽ നമുക്ക് ദൈവത്തോട് ഉള്ള റിലേഷൻ ഒരു വ്യത്യാസമാണ്. അല്ലാതെ തലേ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുപോകാനല്ല. ഫാദർന്ന് 24 hours ഉറക്കത്തിലും ഊണിലും ഉറക്കത്തിലും പണിയിലും എല്ലാം അവനെ പിതാവേ എന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വിളിക്കാൻ പറ്റുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ഒന്ന് പ്രാപിച്ചിട്ട് നിങ്ങളങ്ങ് പോകൂ. അത്രയും കാര്യം ഒന്ന് നടന്നാൽ മതി. അതിനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. ആ നിലയിൽ ഒരു ബന്ധം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അന്ന് നിങ്ങൾ പല കാര്യങ്ങൾക്ക് അടിമപ്പെട്ട് കാണും, പക്ഷെ ഇനി നിങ്ങൾ ദൈവത്തിനല്ലാതെ വേറെ ഒന്നിനും അടിമപ്പെട്ട് കൂടാ. കാരണം അവൻ അപ്പനാണെങ്കിൽ അപ്പനെ അല്ലാതെ വേറെ ഒന്നിനെയും ഇനി നിങ്ങൾ അതിനെ അടിമപ്പെട്ടുകൂടാ. പാരമ്പര്യങ്ങൾക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും നിങ്ങൾ അടിമപ്പെട്ടുകൂടാ. നിങ്ങൾ ആ ഒരു ബോധ്യം, ആ ഒരു റിലേഷനിലേക്ക് നിങ്ങൾ മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. സ്പിരിച്വൽ ഇഗ്നറൻസിൻ്റെ ഒരു കാലയളവ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പോഴും രക്ഷിക്കപ്പെടാതെ, അതായത് ഈ റിലേഷനിലേക്ക് വരാത്ത ഒരാൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഞാൻ ഹാർവസ്റ്റ് TV ക്വസ്റ്റ്യൻ ആൻസർ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രോഗ്രാമുണ്ട്. ഞാനും എബി അരൂരും, പാസ്റ്റർ എബി അരൂരും, ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യുന്ന. അപ്പം അതിനകത്ത് ഒരു പെൺകുച്ചി ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: എൻ്റെ അപ്പനും അമ്മയും എഡ്യൂക്കേറ്റഡാണ്, എൻ്റെ സഹോദരൻ ഒരു എൻജിനീയറാണ്, എൻ്റെ സഹോദരി ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റാണ്. ഇവർക്ക് എല്ലാവർക്കും നല്ല ബോധമുള്ള ആളുകളാണ്. ഞാൻ ഇവരോട് സുവിശേഷം പറയാൻ പരിശ്രമിക്കുമ്പോഴെല്ലാം ഇവർ പറയുന്നത് നീ എന്തോ പറയുന്നത്. അപ്പോൾ ഈ പെങ്കൊച്ച് ചോദിച്ചതാണ്, ബാക്കി എന്തോ പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാകും, പക്ഷേ സുവിശേഷം പറയുമ്പോൾ മാത്രം ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു സേ. ബാക്കി എന്തോ പറഞ്ഞാലും അത് പറയത്തില്ല, പക്ഷേ സുവിശേഷം പറയും നീ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതിൻ്റെ കാര്യമല്ല, ബാക്കി എന്തോ പറഞ്ഞാലും മനസ്സിലാകുമല്ലോ. കാര്യം എന്നറിയാമോ, അതൊരു സ്പിരിച്വൽ ഇഗ്നറൻസിൻ്റെ കാലയളവാണ്. അപ്പം ഞാൻ അതിനെ ആൻസർ ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞത്, ഇതേ അവസ്ഥ നിങ്ങൾക്കും ഇല്ലായിരുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഈ വക കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് വല്ല മനസ്സിലാകുമായിരുന്നു? നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ പറയുന്നത് എന്തുവാണ് ഇതൊക്കെയാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴല്ലയോ നമുക്കിത് മനസ്സിലായത്. നമുക്കിത് മനസ്സിലാകാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്പിരിച്വൽ ഇഗ്നറൻസിൻ്റെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് ഇവരോട് കമ്പാഷനേറ്റ് ആയിട്ട് ഇടപെടാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ഇവരോട് ദേഷ്യം തോന്നത്തില്ല. നമുക്കറിയാം, ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ഇല്ലേ, ഞാനും ഇങ്ങനെയായിരുന്നു. എന്നാൽ ഇപ്പോഴോ, 9ാമത്തെ വാക്യം എന്ന് പറയുന്നത്, ഇപ്പോഴോ ഒരു ഭയങ്കര ചേഞ്ചാണ്. മുകളിലത്തെ കാലഘട്ടവും ഈ കാലഘട്ടവുമായിട്ട് നമ്മൾ ഈ മലയാളത്തിൽ അജഗജാന്തരം എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത നിലയിലുള്ള ഒരു വലിയ വ്യത്യാസം. അതൊരു സ്പിരിച്വൽ ഇഗ്നറൻസിൻ്റെ കാലഘട്ടമായിരുന്നെങ്കിൽ ഇത് നമ്മളൊരു വലിയ വെളിപ്പാടിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. ഇതിൽ ഭയങ്കര ഡിഫറൻസാണ്. ഇപ്പം ജ്ഞാനം അങ്ങ് മാറി, ഇപ്പം കാര്യങ്ങളെല്ലാം മാറി. ഇപ്പം നമ്മൾ പറഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പം അവർ ചോദിക്കുന്നത് നിനക്ക് എവിടുന്നായി ജ്ഞാനമെന്നാണ്. ഞാൻ മധ്യപ്രദേശിലെ ദമോയിലും അടുത്ത് ജോർത്തൻ എന്നുള്ള സ്ഥലമുണ്ട്. അവിടെ കുറച്ച് വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, കുറച്ച് ആളുകൾ രക്ഷിക്കപ്പെട്ടു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം വിജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അതിനകത്ത് അവിടെ ഒരു വിഗ്രഹം ഒരാൾ അവിടുത്തെ ഒരു ജന്മി കൊണ്ടുപോയി സ്ഥാപിച്ചു. അപ്പം അത് എൻ്റെ ഇനോഗ്രൽ ഇതിനു വേണ്ടി അവിടുത്തെ ഗ്രാമത്തിലെ മുഖ്യനായ ഒരു വ്യക്തി നമ്മുടെ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പോയില്ല. നീ എന്താണ് വരാഞ്ഞെന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, അത് വിഗ്രഹമില്ലയോ, അതിന് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല എന്ന് ഇവന് അയാൾ പറഞ്ഞു. ഇവൻ നോക്കിയിട്ട് പറഞ്ഞു, ജന്മി ചോദിച്ചിട്ട് പറഞ്ഞു, നിനക്ക് എവിടെ നാളായി ജ്ഞാനം? അവൻ പറഞ്ഞു, അതെ സാറേ, ഞാനിപ്പോൾ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക, അതിനകത്ത് എഴുതിയിട്ടുണ്ട് യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഞാനിത് മനസ്സിലാക്കി, ഇപ്പം അങ്ങ് ജ്ഞാനം ഒഴുകി വരിക സാറേ. അപ്പോൾ ഒരിക്കലും സ്പിരിച്വൽ ഇഗ്നറൻസ് ഉണ്ടായിരുന്നെങ്കിലും എന്താണ്, ഇപ്പോൾ നമുക്ക് ഈ റിലേഷൻ വന്നതോടുകൂടെ, യഹോവ ഭക്തി വന്നതോടുകൂടെ, റെവറൻസ് വന്നതോടുകൂടെ, റിലേഷൻ ഉണ്ടായതോടുകൂടെ ജ്ഞാനം ഉണ്ടാവുകയാണ്.
സ്പിരിച്വൽ ഇഗ്നറൻസിൻ്റെ ആ കാലം കഴിഞ്ഞു. വലിയൊരു ഡിഫറൻസാണ്. ഇപ്പോൾ ദൈവം നിങ്ങളെ അറിയുന്നു, നിങ്ങൾ ദൈവത്തെയും അറിയുന്നു. ഒരു ഭയങ്കര ഡിഫറൻസാണ്. നമുക്ക് പോലും ഇല്ലാത്ത രീതിയിലുള്ള ബുദ്ധി ഈ മധ്യപ്രദേശിലെ വേറൊരു നമുക്കൊരു മിഷനുണ്ട്, അവൻ ജ്ഞാനി എന്നവൻ്റെ പേര്, പക്ഷേ അങ്ങനെ പഠിച്ചതൊന്നുമല്ല. അപ്പം ഇവൻ ഒരു സ്ഥലത്ത് സുവിശേഷം പറഞ്ഞപ്പോൾ ഇവനെ ഒരു കള്ളുകൂടിയൻ വന്നിട്ട് തല്ലാൻ തുടങ്ങിയപ്പം നാട്ടുകാർ കള്ളുകൂടിയനെ തല്ലാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞു, നിർത്ത്, നിങ്ങൾ എന്തോ ഈ കാണിക്കുന്നത്? അവനെ ചോദിച്ചു, ഇവൻ നിന്നെ തല്ലാൻ തുടങ്ങിയില്ലോ, അവനെ തല്ലുന്നത് നിനക്കെന്നാ? അവനെ പറഞ്ഞു, അതല്ല, ഇവനല്ല ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഇവൻ ഒരു ഉദാഹരണം പറഞ്ഞതെന്നറിയാമോ? നിങ്ങളൊരു സ്കൂട്ടർ ഓടിച്ച് പോകുമ്പോൾ ഒരു ട്രക്ക് വന്ന് നിങ്ങളെ ഇടിച്ചാൽ, സ്കൂട്ടറിനെ ഇടിച്ചാൽ, നിങ്ങളെന്തോ ചെയ്യുന്നത്? ട്രക്കിന് തൊഴിക്കുകയാണോ അതോ ഡ്രൈവറെ താഴെ ഇറക്കി തൊഴിക്കുകയാണോ? എന്താ ചെയ്യുന്നത്? ട്രക്കിനെ ആരെങ്കിലും പോയി തൊഴിക്കുമോ? ഇല്ല, അത് ഓടിച്ചോളേ തൊഴിക്കത്തുള്ളൂ. ഇവനെ വേറൊരാളാണ് ഓടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വിരോധം തോന്നേണ്ടത് ഇവനോടല്ല, ആരോടാണ്? ഇവനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ശക്തിയുണ്ട്, അതിനോടാണ്. ഇതൊന്നും പറയാനുള്ള ജ്ഞാനമൊന്നും ഉള്ള ആളൊന്നും അല്ല. പക്ഷേ ദൈവത്തെ അറിഞ്ഞ് ദൈവികമായി വരുമ്പോൾ എന്തുണ്ടാകുക? ഈ ജ്ഞാനം ഉണ്ടായി വരികയാണ്. ഇന്നലെ അറിഞ്ഞതുപോലെ അല്ല ഇന്ന് കാര്യങ്ങളെ അറിയുന്നത്. എല്ലാത്തിനുമുള്ള ഡിഫറൻസ് ഉണ്ടാകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിലേഷനാണ്. റിലേഷൻ. അപ്പോൾ ആ റിലേഷനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് വേറൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ തലയിലുള്ള വിജ്ഞാനം മാത്രമല്ല, എന്താ, പൂർണ്ണമായിട്ടും ദൈവികമായ കാര്യങ്ങളിൽ ദൈവം എന്നെ അറിയുന്നു, ഞാൻ ദൈവത്തെ അറിയുന്നു. ഒരു ഡിഫറൻസ്. ദൈവം എന്നെ അറിയുന്നു, അവൻ എന്നെ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈസ് ഓൾവേസ് നോയിങ് മീ. എങ്ങനെയാ? സാധാരണ രീതിയിൽ ഒരു സൃഷ്ടാവ് എന്ന നിലയിലായിരുന്നിരിക്കാം, പ്രിസർവർ എന്നുള്ള നിലയിലായിരിക്കാം. പക്ഷേ ഇപ്പോൾ അവൻ എന്നെ അറിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? പിതാവ് എന്ന നിലയാണ്. ഒരു പിതാവ് പുത്രനെ അറിയുന്നത് പോലെ അവൻ എന്നെ അറിയുക. ഒരു പിതാവ് പുത്രനെ അറിയുന്നത് പോലെ ഞാൻ അവനെ അറിയേണ്ടത് ഒരു പുത്രൻ പിതാവിനെ അറിയുന്നത് പോലെയാണ്. ദൈവം എന്നെ എങ്ങനെ അറിയുന്നു? ഒരു പിതാവ് പുത്രനെ അറിയുന്നത് പോലെ. ഞാൻ ദൈവത്തെ എങ്ങനെ അറിയണം? ഒരു പുത്രൻ പിതാവിനെ അറിയുന്നത് പോലെ. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ